بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാ, മഴയില്ലാതെ ജനങ്ങളെല്ലാം ബുദ്ധിമുട്ടുന്ന ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ തരുന്നു എന്നത് വലിയ അനുഗ്രഹമാണ്. നമുക്ക് നമ്മുടെ പരിപാടി നടക്കുന്നു, അത് തീർന്നിട്ടില്ല. അതുകൊണ്ട് ചെറിയ സമയം മഴ നിന്ന് കിട്ടിയാൽ ഖൈറാണ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. അള്ളാഹുവിനാണ് ഖൈർ അറിയുന്നത്, നമുക്കല്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ തീരുമാനത്തെ 100% അംഗീകരിച്ച് ജീവിക്കുന്നവരും അതിൽ തൃപ്തിപ്പെടുന്നവരുമാണ് മുഅ്മിനീങ്ങളായ നാം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പാടുകയുണ്ടായി, വലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു വലാ ബുസുൻ അലൈക വലാ റഖാഉ. ഒരിക്കലും ടെൻഷനും അതേപോലെ സന്തോഷവും രണ്ടും സ്ഥിരമായി ഉണ്ടാവുകയില്ല. അതൊക്കെ താൽക്കാലികമാണ്. വലാ ബുസുൻ അലൈക വലാ റഖാഉ. അതുപോലെ പ്രയാസങ്ങളും അതേപോലെ പ്രയാസമില്ലാതിരിക്കലും എല്ലാം താൽക്കാലികമാണ്, എപ്പോഴും ഉണ്ടാകുന്ന വിഷയം അല്ല. അതുകൊണ്ട് ഒരു വിഷയത്തിലും ആരും ദുഃഖിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യരുത്. പ്രത്യേകിച്ചും അൽഹംദുലില്ലാ, പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് ഞാൻ പെൺകുട്ടികളോട് പ്രത്യേകം പറയാം, ഒരു വിഷയത്തിലും ജീവിതത്തിൽ ടെൻഷൻ അടിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. കാരണം അല്ലാഹു അവന്റെ തീരുമാനം ലോകത്ത് നടപ്പാക്കും. അതവൻ നിശ്ചയിച്ചതുപോലെ നടക്കും. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ. ഏത് കാര്യം ലോകത്ത് നടക്കുന്നുണ്ടോ അതെല്ലാം നേരത്തെ അല്ലാഹു തീരുമാനിച്ച് രേഖപ്പെടുത്തിയ കാര്യങ്ങൾ നടപ്പാക്കുകയാണ്. പുതുതായി ഒന്നും ഇവിടെ നടക്കുന്നില്ല, നേരത്തെ തീരുമാനിച്ചതൊക്കെ നടക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരം ജീവിതത്തിൽ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും അതെല്ലാം 100% പൊരുത്തപ്പെടുകയും അതുമായി ഇണങ്ങുകയുമാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. സയുഫ്തഹു ബാബുൻ ഇദാ സുദ്ദ ബാബു നിഅമിൻ വതഹൂനുൽ അംറു സിആബു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയ വേറൊരു പദ്യമാണ്. വല്ലപ്പോഴും ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന്റെ വാതിൽ അടക്കപ്പെട്ടു പോയാൽ വേറെ ഒരു വാതിൽ വളരെ നന്നായി അല്ലാഹു തആല തുറക്കും. വയത്തസിഉൽ ഹാലു മിൻ ബഅദി മാ
ضليق المذاهب فيها الرحاب. എവിടെ ഒരു സ്ഥലം ഇടുങ്ങിപ്പോയാലും അതിനപ്പുറം ഒരു വിശാലത അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. മഅൽ ഹമ്മി യുസ്റാനി ഹവ്വിൻ അലൈക് ഫലൽ ഹമ്മു യുജ്ദി വലൽ ഇക്തിസാബു. അല്ലാഹു മാത്രമാണ് കൊടുക്കുന്നവനും തടയുന്നവനും. അവന്റെ തീരുമാനം അപ്പോൾ അവൻ നടപ്പാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു പ്രയാസം വന്നാൽ അതിൻ്റെ കൂടെ 2 എളുപ്പം അല്ലാഹു തആല ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ ടെൻഷൻ അടിച്ചിരുന്നാൽ അതുകൊണ്ട് ഇവിടെ യാതൊരു കാര്യവും ലഭിക്കുകയില്ല. വലിയ കാർമേഘം വരുന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു പറയാണ്, തണുത്ത് വിറക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ആ കാർമേഘങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു. യാതൊരു പ്രയാസവുമില്ലാതെ ജീവിക്കാനുള്ള, മുന്നോട്ട് നീങ്ങാനുള്ള അവസരം അല്ലാഹു തആല നൽകുന്നു. ولا أرق الليل منه الطلاب ونائن لليل ذي غربتي أتيح له من بعد يس النياب. നാട് വിട്ട് എത്രയോ ദൂരെയായി പോയ ഒരാൾ, അദ്ദേഹത്തിന് ഒരിക്കലും ഇനി നാട്ടിലെത്താൻ കഴിയില്ല എന്ന് തോന്നിപ്പോകുന്ന വിധത്തിൽ ദൂരെയായി പോയ അയാൾ പിന്നീടതാ തിരിച്ചു വരുന്നു. ലോകം അങ്ങനെയാണ്. കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിൽ വെള്ളം കയറുന്നു. അതുപോലെ മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങുന്നു. പക്ഷേ പിന്നീട് ആ മനുഷ്യൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു. അങ്ങനെ എത്ര ആളുകളെ നമ്മൾ കാണുന്നു. ആളുകൾ പലരും എന്നോടെന്തെങ്കിലും ചോദിക്കുമോ, ആവശ്യപ്പെടുമോ, അങ്ങനെയൊക്കെ തോന്നിയിട്ട് ജനങ്ങൾ പലരും മാറി നിൽക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോ നമുക്ക് മർക്കസുൽ ഹുദ നടത്തണം, അതുപോലെ വേറെ സ്ഥാപനങ്ങൾ നടത്തണം, അതിനുവേണ്ടി എന്തെങ്കിലും സംഖ്യകൾ ഉണ്ടാക്കണം. അതിനുവേണ്ടിയൊക്കെ അങ്ങനെ പോകുമ്പോ ചിലപ്പോ ആളുകൾ മാറി നിൽക്കുന്നു. പക്ഷേ എന്റെ റബ്ബിനോട് ചോദിക്കുന്നവൻ, ആ റബ്ബിനോട് ചോദിക്കുമ്പോൾ അവിടെ മറയില്ല, അവൻ മാറി നിൽക്കുന്ന പ്രശ്നമില്ല. അവനോട് ദുആ ചെയ്യുന്നവരോട് അവന് താല്പര്യമാണ്. അവനോട് ചോദിച്ചാൽ അവൻ കൊടുക്കുന്നവനാണ്. യഊദു ബിഫളിൻ അലാ മൻ റജാഹു വറജീഹി ഫീ കുല്ലി ഹിനിൻ യുജാബു. അല്ലാഹുവിൽ പ്രതീക്ഷിച്ച് നിൽക്കുന്നവർ, അവർക്ക് അല്ലാഹു തആല പ്രതീക്ഷക്കനുസരിച്ച് ചെയ്തു കൊടുക്കുന്നവനാണ്. എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് ജീവിക്കണം, റബ്ബിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. ഫലാ തഅസ യൗമൻ അലാ ഫായിതി വഇൻദക മിൻഹു റിളൻ വഹ്തിസാബു. നഷ്ടപ്പെട്ടു പോയ ഒരു വിഷയത്തിലും നീ നിരാശനാകരുത്. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അവന്റെ പൊരുത്തൽ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങണം. നിനക്കെന്താണോ പടച്ച റബ്ബ് രേഖപ്പെടുത്തിയത് അത് നടക്കാതിരിക്കുകയില്ല. അവൻ രേഖപ്പെടുത്താത്തതൊന്നും തന്നെ നിനക്ക് നേടിയെടുക്കാനും കഴിയില്ല. തബയ്യൻ സമാനക ദാ വഖ്തസിദ്
فإن زمانك هذا عذاب. നിന്റെ കാലത്തെ നീ നന്നായി മനസ്സിലാക്കണം. എന്നിട്ടോ മിതത്വം പാലിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കണം. നിന്റെ കാലം അതൊരു അദാബാണ്. അതെപ്പോഴും പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. വാഖിലിൽ ഇതാബൻ ഫമാ ഫീഹി മൻ യുഅതബു ഹീന യഖുൽ ഇതാബു. ആരെയും ആക്ഷേപിക്കരുത്, ആരെയും കുറ്റം പറയരുത്. അതേ ആക്ഷേപിക്കപ്പെടാതെ ആരാണ് ഇവിടെ ഉണ്ടാകുന്നത്? ഓ മോനെ, ഇദാ ഹാസ അംറുക ഫീ മഅനയൈനി വലം തദ്രി ഹൈസുൽ ഖതാ വസ്സവാബു. എവിടെയും നീ ചിന്തിക്കേണ്ടത് എന്താണ്? നീ സ്വീകരിക്കേണ്ട നയമെന്താണ്? നിന്റെ നിലപാടെന്താണ്? അതേ ഒരു വിഷയത്തിൽ അത് ഖൈറാണോ, അത് ശരിയാണോ, അത് തെറ്റാണോ എന്ന് നിനക്കിങ്ങനെ തോന്നുന്നുവെങ്കിൽ ഫഖാലിഫ് ഹവാക ഫഇന്നൽ ഹവാ യഖൂദുൻ നുഫൂസ ഇലാ മാ യുആബു. തടീച്ചക്കനുസരിച്ച് ജീവിക്കരുത്, മറിച്ച് അനുസരിക്കേണ്ടത് പടച്ച റബ്ബിനെയാണ്. ആ റബ്ബ് നിയോഗിച്ചേച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അങ്ങനെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം നയിക്കണം. പ്രത്യേകിച്ചും ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ നല്ല മനക്കരുത്തുള്ളവരാകണം. സ്ത്രീകളോട് നൽകാനുള്ള ഏറ്റവും വലിയൊരു ഉപദേശമാണത്. വളരെ നല്ല മനക്കരുത്ത് വേണം. പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ അവർക്ക് നല്ല മനക്കരുത്ത് വേണം. അള്ളാഹു നിശ്ചയിച്ചതെല്ലാം ഇവിടെ നടക്കും. അള്ളാഹു നിശ്ചയിക്കാത്തതൊന്നും നടക്കുകയില്ല. അള്ളാഹു ജല്ല ജലാലുഹു അവന്റെ തീരുമാനം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. അതിനപ്പുറം ഇവിടെ ഒന്നും നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ അനുസരിച്ച്, ആ റബ്ബിനെ വഴിപ്പെട്ട് ജീവിക്കണം. അതിനാണ് തഖ്വയോടുകൂടെയുള്ള ജീവിതമെന്ന് പറയുന്നത്. വമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. അല്ലാഹുവിനെ അനുസരിച്ച്, അല്ലാഹുവിനെ വഴിപ്പെട്ട്, മനസ്സിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ, ആരോടും വെറുപ്പ് വെക്കാതെ, തെളിഞ്ഞ മനസ്സോടുകൂടി അല്ലാഹു കൽപ്പിച്ചതെല്ലാം എടുക്കുന്നു, അല്ലാഹു വിരോധിച്ചതെല്ലാം കൈയൊഴിക്കുന്നു. അങ്ങനെയുള്ള ജീവിതമല്ലേ തഖ്വയുള്ള ജീവിതം. ആ ജീവിതം നയിച്ചാൽ റബ്ബ് പറയുന്നു, മയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ഏത് വിഷയത്തിലും അവന് അല്ലാഹു തആല എക്സിറ്റ് കൊടുക്കുന്നതാണ്, ഇറങ്ങിപ്പോകാനുള്ള വഴി കൊടുക്കുന്നതാണ്. ഒരിക്കലും അവൻ പരാജയപ്പെട്ടു പോകൂല. അത് തന്നെയാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടുന്നത്. സബ്റൻ ജമീലൻ മാ ഖറബൽ ഫറജ മൻ റാഖബല്ലാഹ ഫിൽ ഉമൂരി നജാ. ആരാണോ ക്ഷമയോടുകൂടെ ജീവിക്കാൻ തയ്യാറുള്ളത്, അവനാണ് അല്ലാഹുവിങ്കിൽ നിന്ന് എല്ലാം തുറന്നു കൊടുക്കുന്നത്. അല്ലാഹു എന്നെ വീക്ഷിക്കുന്നുവെന്നും അവൻ എന്നെ കൈയൊഴിക്കുകയില്ലെന്നും, ആ റബ്ബിന്റെ അധീനത്തിലാണ് ഞാനെന്നും, അവൻ എന്ത് തന്നാലും ഞാൻ സംതൃപ്തനാണെന്നും, അവൻ എന്ത് തന്നാലും എനിക്കൊരു പ്രതിഷേധവുമില്ലെന്നും, അങ്ങനെ അല്ലാഹുവിൽ മനസ്സ് ലയിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ? മൻ റാഖബല്ലാഹ ഫിൽ ഉമൂരി നജാ. അവൻ വിജയം കൈവരിച്ചു. മൻ സദ്ദഖല്ലാഹ ലം യനൽഹു അദാ വമൻ റജാഹു യകൂനു ഹൈസു റജാ.
അല്ലാഹു എന്താണോ നമ്മളെ പഠിപ്പിച്ചത്, എന്താണോ നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞത്, അത് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കാൻ ഒരുങ്ങിയാൽ അവന് പ്രയാസങ്ങളില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയാൻ കാരണം? ഞാനൊരു ദിവസം ഒരു മരിച്ച വീട്ടിൽ, ഇപ്പോൾ ഞാനൊരു മരിച്ച വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. അല്ലാഹു തആല ആ മരിച്ചുപോയ നഫീസ എന്ന് പറയുന്ന സഹോദരി, അല്ലാഹു തആല അവർക്ക് സ്വർഗം നൽകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ ധാരാളം ആളുകളുണ്ട്. ഈ ഭാഗത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് ഉമറാക്കൾ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഞാനിങ്ങനെ വരുമ്പോ അവിടെ കമ്മാടി ഹാജിയുടെ ആ സ്ഥാപനത്തിന്റെ സമീപത്ത് കൂടി വരുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മ വന്നു. അതുപോലെ ഒരുപാട് ഉമറാക്കൾ, സുൽത്താൻ ഹാജി, അതുപോലെ പലരും, നമ്മുടെ ഉസ്മാൻ ഹാജി, അങ്ങനെ പല ഉമറാക്കളും ഇവിടെ വിട്ടുപിരിഞ്ഞു പോയി. അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ പലരും, താജുൽ ഉലമ മുതൽ, നൂറുൽ ഉലമ മുതൽ, അതേ ശറഫുൽ ഉലമ മുതൽ, താജുൽ ഫുഖഹ മുതൽ, താജുൽ ശരിയ മുതൽ, ഈ ഏരിയയിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ വിട്ടുപിരിഞ്ഞുപോയി. സാധാരണക്കാരായ പലരും മരിച്ചുപോയി. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊന്നും മരണപ്പെട്ട ഒരു വീട്ടിലല്ല ഞാൻ ഒരു ദിവസം കയറി ചെന്നത്. എനിക്ക് വളരെ ബന്ധമുള്ള, എന്നെ വളരെ സഹായിച്ച ഒരു മനുഷ്യന്റെ മകള് മരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. അല്ലാഹു തആല ആ പെൺകുട്ടിക്കും അതുപോലെ മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ എന്ന് പറയുന്നത് എൻ്റെ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ചെന്ന് നോക്കിയപ്പോൾ ആ പെൺകുട്ടി മരിച്ചത് ഒരു സാധാരണ മരണം അല്ല. ചെറിയ ഒരു കുട്ടിയെയും എടുത്ത് ആ പെൺകുട്ടി ആത്മഹത്യക്ക് വേണ്ടി പോയത്. അങ്ങനെ ആത്മഹത്യ ചെയ്താണ് ആ കുട്ടി മരിച്ചത്. ആ പെൺകുട്ടി മരിച്ചുപോയി. ചെറിയ കുട്ടിയോ, കുട്ടി മരിച്ചിട്ടില്ല, പക്ഷേ കുട്ടിയുടെ 2 അവയവങ്ങൾ നഷ്ടപ്പെട്ടു. ഞാൻ ചെന്നപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. അല്ലാഹു ആ കുടുംബത്തിന് എല്ലാ ഹൈറും ചെയ്യട്ടെ. ആ സഹോദരിക്ക് അല്ലാഹു തആല മാപ്പ് കൊടുക്കട്ടെ. സഹോദരിമാര് പഠനമില്ലാഞ്ഞിട്ടല്ല, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ്. സാമ്പത്തികമായ ഒരു പ്രയാസവുമില്ല, നല്ല ഐശ്വര്യമുള്ളവളാണ്. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ സംതൃപ്തി ഉണ്ടായില്ല. ഏത് സമയത്തും എന്ത് പ്രശ്നം വന്നാലും ക്ഷമിക്കാനും സഹിക്കാനും വളരണം നമ്മളെല്ലാവരും, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ. 2 പെൺകുട്ടികളെയും എടുത്ത്, 2 കുട്ടികളെയും എടുത്താണോ വരണമെന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ നാട്ടിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വെള്ളത്തിൽ ചാടി കുട്ടികളടക്കം മരിച്ചുപോയി. എൻ്റെ ജീവിതത്തിലുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. ബാപ്പ ഞാനുമായി നല്ല ബന്ധമുള്ള ആളാണ്. കുറഞ്ഞ ദിവസം കൊണ്ട് ഹാർട്ട് അറ്റാക്കായി അദ്ദേഹവും മരിച്ചുപോയി. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ മാപ്പ് കൊടുക്കണം അല്ലാ. എന്താണ് ചെറിയ വിഷയത്തിൽ വലിയ ടെൻഷൻ? പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു ദൗർബല്യമാണ്. ആ ദൗർബല്യം നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ടാകരുത്. അത് ചെറിയ ഒരു വിഷയം അല്ല. എന്ത് പ്രശ്നം വന്നാലും അല്ലാഹുവിൽ നമ്മുടെ ഖൽബ് കൊണ്ടുപോയി ഘടിപ്പിക്കാൻ കഴിയണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുന്നത് കൊണ്ടാണ് മനസ്സിന്റെ സമാധാനം. ഒരിക്കലും അല്ലാഹു നമ്മിൽ നിന്ന് അകലുന്നില്ല, അല്ലാഹു ഇല്ലാതെയാകുന്നില്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും ഹയാത്തുള്ളവനാണ്, എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവനാണ്, സർവസ്വവും നിയന്ത്രിക്കുന്നവനാണ്. എന്താണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, എല്ലാം അറിയുന്നവനാണ്. നിങ്ങൾ കാണുന്നില്ലേ, സ്വർണം വെള്ളി
അതിന് വലിയ വിലയാണ്. സ്വർണത്തിന് ഇപ്പം നന്നായിട്ട് വില കൂടിയിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ബേജാറാനില്ല, ഒറ്റ മനുഷ്യനും പേടിക്കാനില്ല, ബേജാറാനില്ല. കാരണം സ്വർണവും വെള്ളിയും തന്നെ സാധനം ജീവിക്കാൻ ആവശ്യമില്ല. ജീവിക്കാൻ സ്വർണവും വെള്ളിയും വേണോ? ഇല്ലല്ലോ. അതേസമയത്ത് ഭക്ഷണം വേണം, വെള്ളം വേണം, വായു വേണം. അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഒരു പണത്തൂക്കം, 1 ഗ്രാം സ്വർണ്ണമില്ല, ജീവിക്കുന്നതിന് വല്ല വിഷമമുണ്ടോ? 1 ഗ്രാം വെള്ളിയില്ല, ജീവിക്കുന്നതിന് വല്ല വിഷമമുണ്ടോ? ഒരു വിഷമവുമില്ല. അതുകൊണ്ടല്ലേ അല്ലാഹു തആല സ്വർണത്തിനും വെള്ളിക്കൊക്കെ വലിയ വില കൊടുത്തത്. കാരണം അത് ആവശ്യമില്ല, ജീവിതത്തിന് ആവശ്യമില്ലാത്ത സാധനം ആയതുകൊണ്ട് അതിന് വലിയ വില കൊടുക്കാതെ കിട്ടൂല. എന്നാൽ അതിനേക്കാൾ വില പിടിച്ച ചില സാധനങ്ങളുണ്ട്. യാഖൂത്ത്, സബർജദ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വില പിടിച്ച വൈരങ്ങളും കല്ലുകളും ഉണ്ട്. അതിന് എത്ര കോടിയാണ് വില? ഒറ്റ കല്ലിന് എത്രയോ കോടി വില. തീരെ ആവശ്യമില്ല. ഒരു മനുഷ്യന് ജീവിക്കാൻ അതിന്റെ യാതൊരു ആവശ്യവുമില്ല. എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരൊറ്റ കല്ലുമില്ല. എനിക്ക് ജീവിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. എൻ്റെ ഭാര്യൻ്റെ അടുത്തും ഇല്ല, അവൾക്ക് ഒരു പ്രശ്നമില്ല. ഭാര്യയുടെ അടുത്ത് കുറച്ചൊക്കെ പൊന്നുണ്ടാവും, എൻ്റെ അടുത്ത് അതുമില്ല, എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ ജീവിക്കാൻ ആവശ്യമില്ലാത്ത സ്വർണത്തിനും വലിയ വില പിടിച്ച കല്ലുകൾ, അതൊക്കെ രാജാക്കന്മാരും വലിയ വലിയ പണക്കാരൊക്കെ എങ്ങനെ വാങ്ങി വെക്കുക എന്നല്ലാതെ അതൊന്നിനും പറ്റൂല. പട്ടിണി എടുക്കുമ്പോൾ തിന്നാൻ പറ്റൂല, ദാഹിക്കുമ്പോൾ കുടിക്കാൻ പറ്റൂല, പിന്നെ വസ്ത്രം ഇല്ലാതെ ആയാൽ ഉടുക്കാൻ പറ്റൂല. പിന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ അതൊക്കെ, അതിനൊന്നും ഇത് പറ്റൂല. പക്ഷെ അതിന് വലിയ വിലയാണ്, കാരണം അതിനാവശ്യമില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ കൊടുതി മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഭക്ഷണം ആവശ്യമാണ്. ആ ഭക്ഷണത്തിന് കുറച്ച് പൈസയൊക്കെ വേണം, കുറച്ചൊക്കെ അധ്വാനവും വേണം. വെറുതെ കിട്ടൂല. നമുക്ക് ഗോതമ്പോ നെല്ലോ അരിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനമോ കിട്ടണമെങ്കിൽ കൃഷി ചെയ്യണം, അതിന് വളം ചേർക്കണം, അതിന് അധ്വാനിക്കണം. അങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ കിട്ടുകയുള്ളൂ. കാരണം അത് ആവശ്യമാണെങ്കിലും അത് വലിയ ആവശ്യമില്ല. വലിയ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ മറ്റു ചില സാധനങ്ങൾ പോലെ ആവശ്യമില്ല. അതായത് മറ്റു ചില സാധനം, മറ്റൊരു സാധനം എടുക്കാം, നമുക്ക് വെള്ളം പോലെ ഭക്ഷണം ആവശ്യമില്ല. വെള്ളം പോലെ ഭക്ഷണം ആവശ്യമില്ല. വെള്ളം കുടിക്കാനും വേണം, കുളിക്കാനും വേണം, അലക്കാനും വേണം. ഇനി ഭക്ഷണം പാകം ചെയ്യാൻ തന്നെ പലപ്പോഴും വെള്ളം വേണം. ഭക്ഷണ വസ്തു കഴുകാൻ വെള്ളം വേണം. അതുപോലെ ഭക്ഷ്യവസ്തുവിന് നനക്കാൻ വെള്ളം വേണം. അങ്ങനെ തുടങ്ങിയിട്ട് നമുക്കറിയാലോ, മത്സ്യം മുറിച്ചാൽ ആ മത്സ്യം കഴുകാൻ വെള്ളം വേണം, ഇറച്ചി നുറുക്കിയാൽ അത് കഴുകി വൃത്തിയാക്കാൻ വെള്ളം വേണം. വെള്ളം ധാരാളം വേണം. അതുകൊണ്ട് വെള്ളം അല്ലാഹു തആല സുതാര്യമായി തന്നു. നിങ്ങളാരും വെള്ളം കൃഷി ചെയ്യാറുണ്ടോ? ആരെങ്കിലും വെള്ളം കൃഷി ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അത് ഫ്രീ ആയിട്ട് ആകാശത്തുനിന്ന് തരികയാണ്. കാരണം വളരെ ആവശ്യമാണ്. ഭക്ഷണം പോലല്ല. അതുകൊണ്ട് ഫ്രീ ആയിട്ട് അല്ലാഹു തആല വെള്ളം മേൽഭാഗത്ത് നിന്ന് ഇറക്കി തരുന്നു. അതിന്റെ പുറമെ ഭൂമിയുടെ അടിയിൽ നമ്മൾ ആരും കൊണ്ടുപോയി കുഴിച്ചിട്ടതൊന്നുമല്ല. നമ്മൾ ഭൂമിന്റെ അടിയിൽ നിന്ന് കിഴങ്ങ് കളിച്ചെടുക്കാറുണ്ട്, ചേമ്പ് കളിച്ചെടുക്കാറുണ്ട്. അതൊക്കെ ആദ്യം കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടാ. അതേ സമയത്ത് വെള്ളം ആരും കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടല്ല, കുഴിച്ചു നോക്കിയാൽ വെള്ളം കിട്ടുകയാണ്. അല്ലാഹു തആല വെള്ളം വളരെ ഫ്രീ ആക്കി വെച്ചു. അതുപോലെ ഭക്ഷ്യവസ്തുക്കൾ, ധാന്യങ്ങൾ വെച്ചിട്ടില്ല. ധാന്യങ്ങൾക്ക് കുറെ അധ്വാനവും പ്രയാസമൊക്കെ ഉണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് വെച്ചിട്ടില്ല. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അതിനേക്കാളെല്ലാം സുതാര്യമായി ഫ്രീ ആയി അല്ലാഹു തആല വെച്ചതെന്താണ്? അതാണല്ലോ വായു, ഓക്സിജൻ. ഓക്സിജൻ കിട്ടാൻ കിണർ കുഴിക്കും പോലെ കുഴി കുഴിക്കണ്ട, ഒരു മോട്ടറും ഘടിപ്പിക്കണ്ട. ഓക്സിജൻ ലഭിക്കാൻ അതാ പാത്രം വേണ്ട, കിണർ വേണ്ട, മോട്ടർ വേണ്ട, ഒന്നും വേണ്ട. നീ നടന്നു പോകുന്ന എല്ലാ സ്ഥലത്തും, നീ ഓടിപ്പോകുന്ന സ്ഥലത്തും, ഇരിക്കുന്ന സ്ഥലത്തും, കിടക്കുന്ന സ്ഥലത്തും, നീ ഉറങ്ങുന്ന സമയത്ത് പോലും നിനക്ക് ഓരോ സെക്കൻഡിലും റബ്ബ് ഓക്സിജൻ നൽകുന്നു. അത് കൃത്യമായി അവനതാ നിനക്ക് ഉപയോഗം നൽകുന്നു. അല്ലാഹുവിന്റെ കൊടുതി. ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്ന റബ്ബ്, ആവശ്യത്തിനനുസരിച്ച് നൽകുന്ന റബ്ബ്. ആ റബ്ബ് നമുക്കൊരു രോഗം തന്നാൽ, നമുക്കൊരു പ്രയാസം തന്നാൽ അതിലൊന്നും നമ്മൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. ഭർത്താവ് എന്തോ പറഞ്ഞു, ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല,
അതിന്റെ പേരിൽ ഭർത്താവിനെ പാഠം പഠിപ്പിക്കാമെന്ന നിലക്ക് സ്വന്തം കുട്ടിയെയും എടുത്ത് വെള്ളത്തിൽ ചാടുകയാണ്, അല്ലെങ്കിൽ പോയി മരിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ദുർബല മനസ്സുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആ ദുർബല മനസ്സ് എന്റെ പെൺകുട്ടികൾക്ക് ഒരിക്കലും ഉണ്ടാകരുത്. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കണിശമായി വിരോധിച്ച കാര്യമാണ്. ومن قتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها. ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല, വേറെ ഒരു മനുഷ്യനെ വധിക്കാൻ പാടില്ല. എന്നാൽ ഒരു മനുഷ്യൻ സ്വന്തം ശരീരത്തെ തന്നെ കൊന്നുകളഞ്ഞാലോ, ചെറിയ പിഞ്ചുമക്കളെ കൊന്നുകളഞ്ഞാലോ, അല്ലാഹുവിന്റെ അടുക്കലുള്ള ശിക്ഷ ചെറുതല്ല. കാരണം എൻ്റെ ശരീരം എൻ്റേതല്ല, ആരുടേതുമല്ല. എനിക്ക് പറയാനൊക്കുമോ എൻ്റെ ശരീരം എൻ്റെതാണെന്ന് പറയാനൊക്കുമോ? ഒരിക്കലുമില്ല. എൻ്റെ തല ഞാൻ പടച്ചതല്ല, എൻ്റെ തലയോട്ടി ഞാൻ പടച്ചതല്ല, എൻ്റെ ബ്രെയിന് ഞാൻ പടച്ചതല്ല, എൻ്റെ നെഞ്ച് ഞാൻ പടച്ചതല്ല, കാണുന്ന വാരിയെല്ലും എൻ്റെ ശരീരത്തിലുള്ള ഒരു എല്ലും ഞാൻ പടച്ചതല്ല, എൻ്റെ കിഡ്നി എൻ്റേതല്ല, എൻ്റെ ഹാർട്ട് എൻ്റേതല്ല, എൻ്റെ ബ്രെയിന് എൻ്റേതല്ല, എൻ്റെ കരള് എൻ്റേതല്ല, എൻ്റെ ശരീരത്തിൻ്റെ ഒരു ചെറിയ നഖം പോലും എൻ്റേതല്ല. അതെല്ലാം സൃഷ്ടിച്ചത് എൻ്റെ റബ്ബാണ്, അല്ലാഹുവാണ്. ആ അല്ലാഹു അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എൻ്റെ ശരീരം. ഈ ശരീരം എൻ്റെ ഇഷ്ടം പോലെ ചെയ്യാനുള്ളതല്ല, ഞാൻ ഒരാളോട് പ്രതിഷേധിക്കാനുള്ളതല്ല. ഞാനൊരു 3-4 ദിവസം മുമ്പ് വാട്സപ്പിൽ ഒരാളെങ്ങനെ കണ്ടു. അയാളെന്താ ചെയ്യുന്നതെന്നറിയോ? നിലത്ത് വീണിങ്ങനെ ഉരുളാണ്. മഴയില്ല, മഴ വേണം എന്ന് പറഞ്ഞിട്ട് ഉരുളാണ്. നിലത്ത് വീണ് മഴ പെയ്യോ? സുബ്ഹാനല്ലാഹ്, വിഡിത്തത്തിനൊരതിരി വേണ്ടേ? നിലത്ത് വീണ് ഉരുണ്ടാൽ മഴ പെയ്യുമോ? മഴയില്ലാതെയാകുമോ? അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മഴ പെയ്യും, അള്ളാഹു നിശ്ചയിച്ചാൽ മഴ കിട്ടും. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം മഴ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമ്മളോട് പറഞ്ഞത് ദുആ ചെയ്യാനാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, പടച്ച റബ്ബിനോട് മാപ്പ് ചോദിക്കാനാണ്. ഖുർആൻ തന്നെ പറഞ്ഞതല്ലേ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചോളൂ. എന്നാലോ ഇന്നഹു കാന ഗഫാറാ, അവൻ ദോഷം ധാരാളം പുറത്തു തരുന്നവനാണ്. അവൻ നമുക്ക് ദോഷം പുറത്തു തരുമെന്ന് മാത്രമല്ല, അതേ ധാരാളം മഴ തരും. അസ്തഗ്ഫിറുല്ലാഹൽ അദീം പറഞ്ഞോളൂ. മഴയില്ലാതിരുന്ന എങ്ങനെയാ മഴ കിട്ടുക? അതിന് വേണ്ട പണി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിനോട് ഇറക്കലാണ്, അല്ലാതെ നിലത്ത് വീണുള്ളല്ല. മനുഷ്യന്മാരെങ്ങനെ വിഡ്ഢികളായി പോകുന്നതെന്ന് അറിയില്ല. ഓരോരുത്തർ സ്വന്തം തന്നെ ഓരോന്നും ഉണ്ടാക്കാൻ നിലത്ത് വീണുരുള്ള. വേണമെങ്കിൽ ഈ ഉരുളുന്ന സമയത്ത് ഒരു മഴയെങ്ങാനും പെയ്താൽ കുറെ ജാഹിലീങ്ങൾ പറയും, അതാ ഉരുണ്ടപ്പം മഴ പെയ്തു എന്ന് പറയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനത്തെ ജാഹിലീങ്ങളായി പോകാൻ പാടില്ല. അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മഴ പെയ്യും. മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഇങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയം മഹാനവറുകൾ മരുമകം പുറത്തുണ്ട്. അപ്പൊ ഒരാൾ ഇങ്ങനെ പറന്നിട്ട് ഇങ്ങോട്ട് വന്നു, കറാമത്തായിട്ട് പറന്നിട്ടാണ് വന്നിട്ട് അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളെ റൂമിന്റെ ഉള്ളിലേക്ക് കടന്നു. കുറെ സംസാരിച്ച് ഇവർ പറന്നിട്ട് തന്നെ മടങ്ങിപ്പോയി. അപ്പോ കുറച്ചു കഴിഞ്ഞ് മരുമകൻ റൂമിലേക്ക് കയറിയപ്പോൾ ചോദിച്ചു, വന്നാളറിയോ? അദ്ദേഹം അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ ഒരു വലിയാണ്. അദ്ദേഹം ഒരു ദ്വീപിലാണ് താമസം. ആ ദ്വീപില് ഘോരമായ മഴ പെയ്തു. അങ്ങനെ മഴ പെയ്തപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് തോന്നിപ്പോയി, എന്ത് ഇവിടെ എന്തിനാണ് ഇപ്പൊ മഴ പെയ്യുന്നത്?
ഈ മഴയൊക്കെ ആളുകൾ ഈ കടലിൽ മഴ പെയ്തിട്ട് എന്താ കാര്യം? ഈ മഴയൊക്കെ ആളുകൾ ആവശ്യമുള്ള സ്ഥലത്ത് പെയ്യലല്ലേ നല്ലത് എന്നൊരു തോന്നൽ വന്നുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനം അല്ലാഹു തആല വല്ലാതെ താഴ്ത്തിക്കളഞ്ഞു. അപ്പൊ മരുമകൻ ചോദിച്ചു, അത് ശൈഖ് അവറുകൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളെ സ്ഥാനം കുറഞ്ഞിട്ടുണ്ട്? ഞാൻ പറഞ്ഞിട്ടില്ല. അത് അയാൾ അറിയണ്ടേ, എന്നാലല്ലേ അയാൾ തൗബ ചെയ്യുള്ളൂ. ഞാൻ പോയി പറയട്ടെ എന്ന് ചോദിച്ചു. എന്നാ പോയി പറഞ്ഞോളൂ. എങ്ങനെ അവിടെ എത്തുക? അത് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹുവിന്റെ കറാമത്ത് മുഖേന ദ്വീപിലെത്തിച്ചു കൊടുത്തു. അദ്ദേഹത്തെ പോയി കണ്ടു, വിവരം പറഞ്ഞു, നിങ്ങളെ സ്ഥാനം അല്ലാഹുവിന്റെ ഒക്കെ കുറെ കുറഞ്ഞിട്ടുണ്ട്. കുറയാനുള്ള കാരണം നിങ്ങൾ ഈ കടലിൽ മഴ പെയ്തപ്പോ ഇവിടെ എന്തിനാണ് ഈ മഴ ആവശ്യമുള്ളടുത്ത് പെയ്തൂടെ എന്ന് നിങ്ങളെ മനസ്സിൽ തോന്നിയില്ലേ? അത് പടച്ചവൻ ചെയ്യുന്ന തീരുമാനപ്രകാരം ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ അതിനെതിരഭിപ്രായമല്ലേ ചിന്തിച്ചത്? അതിന്റെ പേരിൽ നിങ്ങളെ സ്ഥാനം അല്ലാഹു ഇടിച്ചതായിത്തീയിട്ടുണ്ട്. അദ്ദേഹം അപ്പൊ തന്നെ പൊട്ടിക്കരഞ്ഞു തൗബ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഇതാ എന്റെ മേത്തട്ടം തരുന്നു. ആ മേത്തട്ടം എന്റെ കഴുത്തിൽ ചുറ്റണം. എന്നിട്ട് ആ മേത്തട്ടത്തിന്റെ ഒരു തല നിങ്ങൾ പിടിക്കണം. എന്നിട്ട് നിലത്തുകൂടി എന്നെ വലിക്കണം. ആ വലിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ പറയണം, ഹാദാ ജസാഉ മൻ ഇത്തറദ അലല്ലാഹ്. അല്ലാഹുവിന്റെ തീരുമാനത്തിനെതിരെ അഭിപ്രായം പറയുന്നവന്റെ പ്രതിഫലമാണിത് എന്ന് വിളിച്ചിങ്ങനെ പറയണം. സുബ്ഹാനല്ലാഹ്. കൽപ്പനക്ക് സ്വീകരിക്കണമെന്ന നിലക്ക് തുണിയെടുത്ത് കഴുത്തിൽ ചുറ്റി വലിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഉറക്കെ വിളി കേൾക്കുന്നു, ദഹൂബ് ദഹൂബ്, അദ്ദേഹത്തെ വിട്ടോളൂ, അത് ഗഫറല്ലാഹു ലഹു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹുവിന്റെ തീരുമാനത്തിനെതിരെ ഒരു ചിന്ത വന്നപ്പോ അതിൽ അദ്ദേഹം അതാ ഇപ്പോൾ ഖേദിച്ച് മടങ്ങി പടച്ചവനോട് മാപ്പ് ചോദിച്ചതിനാൽ റബ്ബ് മാപ്പ് കൊടുത്തുപോയി. സുഹൃത്തുക്കളെ, എപ്പോഴും എന്ത് വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തന്നാലും അതിൽ തൃപ്തിപ്പെടുക എന്ന ഒരു മനസ്സ് എല്ലാവർക്കും വേണം. ഒരാളും അതിനപ്പുറം ചിന്തിച്ചു പോകരുത്. അപ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. മാ സാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ. ഏത് കാര്യങ്ങളും നടപ്പാക്കുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ റെക്കോർഡാക്കി വെച്ച കാര്യങ്ങളാണ് നടപ്പാക്കുന്നത്. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് തന്നാലും അതിൽ തൃപ്തിപ്പെടുക എന്ന മനസ്സ് നമുക്കുണ്ടാകണം. അതോടുകൂടി തന്നെ അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ലോകത്തുള്ള ജീവിതം കുറഞ്ഞ കാലമാണ്. അത് ദീർഘമായ കാലമല്ല. ഒരു മനുഷ്യൻ ജീവിച്ചാലും നമുക്കറിയാമല്ലോ, ഒരു 100 കൊല്ലം ജീവിക്കുമെന്ന് വേണമെങ്കിൽ കണക്ക് കൂട്ടാം. അതോടുകൂടെ ജീവിതം കഴിഞ്ഞില്ലേ? അതേസമയം മരണത്തിന് ശേഷമാണ് ജീവിതത്തിന്റെ തുടക്കം. ആ ജീവിതം 100 വർഷമല്ല, അതേ 100,000 വർഷമല്ല, 100 കോടി വർഷമല്ല, മറിച്ച് കോടി 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 എത്ര തന്നെ കോടി ആവർത്തിച്ച് പറഞ്ഞാലും തീരാത്ത കാലമാണ് മരണശേഷമുള്ള ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി ആരാണോ അധ്വാനിക്കുന്നത്, ആരാണോ ചിന്തിക്കുന്നത്, അവരാണ് ബുദ്ധിയുള്ളവർ, അവരാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ളവർ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഏത് മനുഷ്യൻ ആണാകട്ടെ പെണ്ണാകട്ടെ എല്ലാവരെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിനും പെണ്ണിനും എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. അതേ അല്ലാഹു തആല ഓരോരുത്തർക്കും ആവശ്യമായ നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ മനുഷ്യന് സ്വർഗം കിട്ടാനുള്ള നിയമങ്ങളാണ്. ദുന്യാവിലും സന്തോഷത്തോടെ ജീവിക്കാനുള്ള നിയമങ്ങളാണ്.
ആ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ടുണ്ടോ? ഖുർആനിൽ സൂറത്തുർ റിജാൽ എന്ന് പറഞ്ഞൊരു സൂറത്ത് കാണാൻ സാധ്യമല്ല. ഖുർആനിൽ സൂറത്തുൻ നിസാ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് പറയാൻ പ്രത്യേകം ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. സ്ത്രീകളെ അവഗണിച്ച മതമല്ല ഇസ്ലാം, സ്ത്രീകളെ പരിഗണിച്ച മതമാണ് ഇസ്ലാം. സൂറത്തുർ റിജാൽ എന്ന് പറഞ്ഞൊരു സൂറത്ത് നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയില്ല. പുരുഷന്മാരെ സംബന്ധിച്ച് പറയാൻ ഒരു സൂറത്ത് അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. അതേ സമയത്ത് സൂറത്തുൻ നിസാ പ്രത്യേകം ഒരു സൂറത്തുണ്ട്. പുരുഷന്മാരിൽപ്പെട്ട പലരുടെയും പേരിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുണ്ട്. എന്നാൽ സ്ത്രീകളിൽ മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിലും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുണ്ട്. അതേ സ്ത്രീകൾക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. ആ സ്ത്രീകൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം ഖുർആൻ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടവർക്ക് സ്വത്തവകാശമില്ലായിരുന്നു. നബി തങ്ങൾ വന്നതിന് ശേഷം അതേ സ്ത്രീകൾക്ക് കൂടി പരിശുദ്ധ ഖുർആൻ സ്വത്തവകാശം നൽകുകയാണ്. എന്നിട്ടോ ഖുർആൻ പറയുന്നു വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅലകും അലാ ബഅൽ. നിങ്ങൾ പുരുഷന്മാരുമുണ്ട് സ്ത്രീകളുമുണ്ട്. ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് അല്ലാഹു തആല പ്രത്യേകതയായി കൊടുത്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ പുരുഷന്മാർക്ക് അല്ലാഹു തആല പ്രത്യേകതയായി കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് പരസ്പരം മോഹിക്കാൻ പാടില്ല. ഞാനൊരു പെണ്ണായില്ലല്ലോ എന്നൊരു പുരുഷൻ ചിന്തിക്കാൻ പാടില്ല, ഞാനൊരാണായില്ലല്ലോ എന്നൊരു സ്ത്രീയും ചിന്തിക്കാൻ പാടില്ല. വലാ തതമന്നൗ മാ ഫളലല്ലാഹു ബിഹി ബഅലകും അലാ ബഅൽ للرجال نصيب مما اكتسبوا وللنساء نصيب مما اكتسبنا. പുരുഷന്മാരെന്താണോ പ്രവർത്തിച്ചത് അതിൻ്റെ വകയിലുള്ള പ്രതിഫലവും ആ വകയിലുള്ളതെല്ലാം പുരുഷന്മാർക്ക് ലഭിക്കുന്നതാണ്. വലിന്നിസാഇ നസീബും മിമ്മക്തസബിന. സ്ത്രീകൾ എന്താണോ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് അവർക്ക് നന്മ ലഭിക്കുന്നതാണ്. പുരുഷന്മാരെന്താണോ തിന്മ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ദൂഷ്യം അവരനുഭവിക്കുന്നതാണ്. സ്ത്രീകൾ എന്താണോ തിന്മ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ദൂഷ്യം അവരും അനുഭവിക്കുന്നതാണ്. വസ്അലുല്ലാഹ മിൻ ഫളിഹി. അല്ലാഹുവിൻ്റെ ഔദാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുക. ഇന്നല്ലാഹ കാന ബികുല്ലി ശൈഇൻ അലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ വിഷയങ്ങളും നന്നായി അറിയുന്നവനാണ്. നമുക്ക് പലതും അറിയില്ല, അവനതറിയാം. നമുക്ക് ചിലപ്പോൾ മോശമായി ദോഷമായി തോന്നുന്ന കാര്യം അതിൻ്റെ ഗുണം നമുക്കറിയില്ല. ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയട്ടെ. നിങ്ങൾക്കറിയില്ലേ മഹാനായ ഖദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അതാ മൂസാ നബി അലൈഹി സ്വലാം ഖദർ അലൈഹി സ്വലാമിന്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഖദർ അലൈഹിസ്സലാം ചില പ്രവർത്തനങ്ങൾ നടത്തി. മൂസാ നബി അലൈഹിസ്സലാമിന് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്തായിരുന്നു? ഖദർ അലൈഹിസ്സലാമിന് അല്ലാഹു തആല അതിന്റെ രഹസ്യം അറിയിച്ചു കൊടുത്തിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന് അത് അറിയിച്ചു കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് മൂസാ നബിക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് ഖദർ അലൈഹിസ്സലാം ഓരോന്നും വിശദീകരിച്ചു കൊടുത്തപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് ബോധ്യപ്പെടുകയാണ്. കപ്പലിൽ കയറി പോവുകയാണ്. കപ്പലിൽ കയറ്റിയത് ആരാണ്? പാവപ്പെട്ട തൊഴിലാളികളാണ്. അവർ 5 പൈസ വാങ്ങാതെ കയറ്റിയതാണ്. ആ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഖദർ അലൈഹിസ്സലാം കപ്പലിന് കേടുവരുത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അത് ചോദ്യം ചെയ്യുകയാണ്. നമ്മളെ ഫ്രീ ആയിട്ട് കയറ്റിയ കപ്പൽ കേടുവരുത്തുകയോ? നമ്മൾ മുങ്ങി നശിക്കൂലേ? ഖദർ അലൈഹിസ്സലാം ആ സമയത്ത് നമ്മൾ തമ്മിലൊരു കരാറുണ്ടല്ലോ. മൂസാ നബി അലൈഹിസ്സലാം
പ്രത്യേകം ഇൽമു പഠിക്കാൻ പോയതാ. അപ്പൊ ഒരു കരാറുണ്ട്. നമ്മളെ മർക്കസുൽ ഹുദയിൽ പെൺകുട്ടികളെ എടുക്കുമ്പോ ഒരു അപേക്ഷാ ഫോറം ഉണ്ടാവും, അതിൽ ഒപ്പിട്ട് കൊടുക്കണം. അതിൽ ചില കരാറുണ്ടാവും. ഞാൻ എങ്ങനെയൊക്കെയാണ് ജീവിക്കുക, എങ്ങനെയൊക്കെയാണ് നീങ്ങുക, അതിന് കരാറുണ്ടാവും. നമ്മുടെ സ്ഥാപനത്തിലൊക്കെ ഉണ്ടാവും. ആ കരാറ് പാലിക്കണം. അതിനപ്പുറം തിരിഞ്ഞു മറിഞ്ഞു നോക്കാൻ പാടില്ല. അത് ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കും അത് ആവശ്യമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുള്ള കരാർ അനുസരിച്ച് ഖിദ്ർ അലൈഹിസ്സലാം എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പറ്റൂല എന്നാ. പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിന് സഹിക്കാൻ കഴിയാതെ ചോദിച്ചു പോയത്. അപ്പൊ ചോദിച്ചു, ഖാല അലം അഖുൽ ഇന്നക ലൻ തസ്തതിഅ മഇ സബ്റ, നീ ക്ഷമിച്ചു പോകാൻ കഴിയൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, മറന്നുപോയതാണ്. അങ്ങനെ പിന്നെയും പോയി കുറച്ചങ്ങോട്ടെത്തുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ പിടിച്ച് കൊന്നുകളഞ്ഞു ഖിദ്ർ അലൈഹിസ്സലാം. അത് തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. മൂസാ നബി അലൈഹി സ്വലാം ചോദ്യം ചെയ്തു പോയി, ഖതൽത നഫ്സൻ സകിയതൻ ബിഗൈരി നഫ്സ്. അപ്പം ഖിദ്ർ അലൈഹിസ്സലാമിന് ഖാല അലം അഖുൽ ലക, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ ക്ഷമിച്ചു പോരാൻ കഴിയില്ല? കുറച്ച് ഗൗരവത്തിൽ, രണ്ടാമത്തേന് ഗൗരവം കൂടുതൽ ഉണ്ടാവുമല്ലോ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം എനിക്ക് ചോദിച്ചാൽ എന്നെ കൂടെ കൂട്ടണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെയും പോയി കുറച്ചങ്ങോട്ട് എത്തുമ്പോ ഒരു നാട്ടുകാരെടുത്തെത്തി. നാട്ടുകാർ ഭക്ഷണം കൊടുത്തില്ല, സൽക്കരിച്ചില്ല. അവിടെ ഒരു മതിലിങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഖിദ്ർ അലൈഹിസ്സലാം പോയിട്ട് നേരെ കൈ കൊണ്ടങ്ങ് തൊടുമ്പോഴേക്ക് തന്നെ അത് നേരെ ആയിട്ടങ്ങ് നിന്നു. മൂസാ നബി ചോദിച്ചു, നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാരെ മതിൽ വെറുതെ നന്നാക്കണോ, പൈസ കൂടായിനോ? അപ്പൊ പറഞ്ഞു, ഇനി നമ്മൾ മുന്നോട്ടില്ല. പിന്നെ പറഞ്ഞു കൊടുത്തു, ഓരോന്ന് വിശദീകരിച്ചു കൊടുത്തു. ആദ്യത്തേത്, ആ കപ്പൽ പിടിച്ചെടുക്കാൻ വേണ്ടി അതിന്റെ ബേക്കില് അക്രമിയായ ഭരണാധികാരി വരുന്നുണ്ട്. അതിന് കേട് വരുത്തിയാൽ പിന്നെ അയാൾ കേടുള്ള കപ്പൽ അയാൾ പിടിക്കൂല. അതുകൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാ കേട് വരുത്തിയത്. രണ്ടാമത്തെ കുട്ടിയോ, ആ കുട്ടി വളർന്ന ബാപ്പാനെയും ഉമ്മാനെയും ഈമാൻ തെറ്റിച്ചു കളയും. ബാപ്പയും ഉമ്മയും നശിച്ചു പോവും, ആ കുട്ടിയും നശിച്ചു പോവും. ഇപ്പം കൊന്നാലോ, ഇപ്പോഴും കൊന്നുകളഞ്ഞാൽ ആ കുട്ടീനെ കൊണ്ട് പിന്നെ ഷെറും ഉണ്ടാവില്ല. അതുകൊണ്ട് കൊന്നുകളഞ്ഞാണ്. നമുക്കങ്ങനെ കൊല്ലാനൊന്നും പറ്റൂല്ലോ, നമുക്കോട്ട് മനസ്സിലാവുകയില്ലല്ലോ. ഖിദ്ർ അലൈഹിസ്സലാമിന് പോലെ വഹിയുണ്ടോ നമുക്ക്? അതിരിക്കട്ടെ. അങ്ങനെ രണ്ടാമത്തത്. അങ്ങനെ മൂന്നാമത്തതോ, അതാ മതിലിന്റെ ഉടമസ്ഥന്മാര് യതീമുകളാണ്. ആ യതീം കുട്ടികളുടെ ഒരു സ്വത്തുണ്ട്. അതിന്റെ ഉള്ളിൽ ബാപ്പ വെച്ച ഒരു നിധിയുണ്ട്. അത് പൊളിഞ്ഞു വീണാൽ നമുക്ക് ഭക്ഷണം തരാത്ത നാട്ടുകാർക്ക് കിട്ടും, ആ കുട്ടിയൊക്കെ കിട്ടൂല. ബാപ്പയാണെ നല്ല മനുഷ്യനാ. അതുകൊണ്ട് ആ ബാപ്പയുടെ നന്മ അത് മക്കൾക്കും ഉണ്ടാവൂല, അതിന്റെ ഗുണം. അതുകൊണ്ട് അത് അവർക്ക് തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ നന്നാക്കി വെച്ചതാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടോ, അതിന്റെ അപ്പുറം മനസ്സിലാകാത്ത നമുക്ക് പ്രതിഷേധങ്ങളുണ്ടാവും. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് രോഗം കൊടുക്കുന്നു. അല്ലാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യം നൽകട്ടെ. രോഗം കൊടുക്കുന്നു. ആ രോഗം എന്തിനു കൊടുത്തു നമുക്കറിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കാനായിരിക്കും, രോഗത്തിലൂടെ ദോഷം പൊറുത്ത് സ്വർഗത്ത് കടത്താനായിരിക്കും. നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ നമ്മൾ പറയും, അയാൾ രോഗത്തിൽ കിടന്ന് ഇങ്ങനെ വിഷമിച്ചു, അയാൾ എന്ത് തെറ്റാ ചെയ്തത്? ഒരു തെറ്റും ചെയ്തിട്ടാവൂല. ചിലപ്പോ അല്ലാഹു തആല വലിയ ദർജ കൊടുക്കാൻ വേണ്ടിയായിരിക്കും. നമുക്കറിയില്ല അല്ലാഹു എന്തിനാണ് പരീക്ഷണങ്ങൾ കൊടുക്കുന്നതെന്നറിയില്ല. ഇതുപോലെ ഒരാളെ സ്വത്ത് സമ്പത്ത് മുഴുവനും നശിച്ചുപോയി. അല്ലാഹു എന്തിനാണ് ആ മുസീബത്ത് കൊടുത്തത് നമുക്കറിയില്ല. അതിന് ക്ഷമിച്ചു നിന്നിട്ട് സ്വർഗം കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ അതിന് ക്ഷമിച്ചു നിന്നാൽ അതിന്റെ എത്രയോ 10 മടങ്ങ് വേറെ കൊടുക്കാനായിരിക്കും. നമുക്കതറിയില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നും തൊഴിലാളിയാകുമായിരുന്നു, എൻ്റെ മുതലാളി എന്നെ പിരിച്ചുവിട്ടത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു മുതലാളിയായത്. അതെ, അയാൾ തൊഴിലെടുക്കുമ്പോൾ മുതലാളി പിരിച്ചുവിട്ടു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ അയാൾക്ക് അന്ന് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്തായി? അയാൾ വലിയ ബിസിനസ്സുകാരനായി. അല്ലെങ്കിലോ അയാൾ ബിസിനസ്സുകാരനാവില്ല, എന്നും തൊഴിലാളിയായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവൂല അല്ലാഹു തആല എങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്ന് അറിയില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിനെ തസ്ലീം ചെയ്യണം. വയുസല്ലിമു തസ്ലീമാ. ഏത് കാര്യവും അല്ലാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തേക്കണം. അല്ലാഹു തആല എന്ത് ചെയ്താലും അതിൽ സംതൃപ്തി. ഇതുപോലെ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരിസ് സാബിരീന അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ്. ഏത് മുസീബത്ത് വന്നാലും അത് പറയണം,
അങ്ങനെ അള്ളാഹുവിൽ ലയിക്കണം, അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ പുകഴ്ത്തണം. അങ്ങനെ വന്നാലോ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവർക്കാണ് റബ്ബിന്റെ കാരുണ്യം, അവർക്കാണ് റബ്ബിന്റെ കരുണ കടാക്ഷം. അപ്പൊ ഏത് പ്രശ്നം വന്നാലും മനസ്സ് പതറാൻ പാടില്ല. ഒരിക്കലും തന്നെ ഞാൻ ഇനി എന്തിനു ജീവിക്കണം എന്ന് ചിന്തിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ ശരീരം നശിപ്പിക്കട്ടെ എന്ന് ആലോചിക്കാൻ പാടില്ല. അതുപോലത്തെ യാതൊന്നും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നിശ്ചയിച്ചത് നടന്നു എന്ന് മനസ്സിലാക്കി തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം. അതാണ് ഈമാൻ. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. അതോടുകൂടെ തന്നെ ഓ സഹോദരിമാരെ, പടച്ചവനെ വഴിപ്പെട്ട് ജീവിക്കണം. അള്ളാഹുവിൻ്റെ വെള്ളം കുടിച്ച് അവൻ്റെ ഭക്ഷണം കഴിച്ച് ഭൂമിയിൽ ജീവിക്കുമ്പോ നമ്മൾ അള്ളാഹു കാണത്തന്നെ തെറ്റ് ചെയ്യുന്നവരാകരുത്. അള്ളാഹു കാണാതെ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ലല്ലോ. അള്ളാഹു അറിയാതെ ഒരു ചലനവും നടത്താൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യനെ നശിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയ കാലമാണ്. കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ആ ഫോൺ മതി മനുഷ്യനെ നരകത്തിലെത്തിക്കാൻ. വേറെ ഒന്നും ആവശ്യമില്ല. എനിക്കറിയാം, വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സുബ്ഹാനല്ലാഹ്, ആ പെൺകുട്ടി ഭർത്താവിൻ്റെ കൂടെ നന്നായി സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഇറങ്ങിപ്പോകുന്നു. ആരുടെ കൂടെയുമല്ല, സ്വന്തത്തിൽ ഇറങ്ങിപ്പോകുന്നു. ഭർത്താവിനോട് പറയുന്നു, ഞാൻ ഇനി നിങ്ങളെ കൂടെയില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചോദിക്കട്ടെ, ഈ ഭർത്താവ് നിക്കാഹ് ചെയ്തതല്ലേ? അവളെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചതല്ലേ? അങ്ങനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഭർത്താവിനോട് ഇനി ഞാൻ നിങ്ങളെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ അധികാരമുണ്ടോ? അഥവാ അവൾക്ക് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ അതിന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മാർഗമുണ്ട്. അതേ, അവൻ്റെ മഹർ തിരിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ അവൻ്റെ നഷ്ടം കൊടുത്ത്, അല്ലെങ്കിൽ അവൻ പറയുന്നത് കൊടുത്ത്, അങ്ങനെ അവൻ പറയുന്നത് കൊടുത്തിട്ട് അവൾക്ക് ഒഴിവാകാൻ വകുപ്പുണ്ട്. പക്ഷേ അവനൊന്ന് ഒഴിവാക്കി കൊടുക്കണം, അത് സ്വീകരിക്കണം. അതുപോലെ ഭർത്താവിൻ്റെ കൂടെ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം, മതപരമായി അതിന് പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിന് ഫസ്ഖ് എന്ന് പറയുന്ന ഏർപ്പാടുണ്ട്. ഇതേപോലെ തന്നെ ഭാര്യയെ ഒഴിവാക്കാൻ തലാഖുണ്ട്. എന്നാൽ ഒന്നും പറയാതെ ഒരു ദിവസം ഭർത്താവിന്റെ വണ്ടിയുമെടുത്ത്, ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ഫോണുമെടുത്ത് അവളെ സ്വന്തം ഇഷ്ടത്തിന് പോയി, എനിക്ക് ജോലിയുണ്ടല്ലോ, ശമ്പളമുണ്ടല്ലോ, ഭർത്താവിന്റെ ആശ്രയമില്ലല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് വരുന്നില്ലെന്ന് ഫോണിൽ വിളിച്ചു പറയുന്ന സ്വഭാവം, സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ ചില പെൺകുട്ടികളിൽ കേൾക്കുന്ന സ്വഭാവമാണ്. പറയട്ടെ, പടച്ച റബ്ബിനെ ഭയപ്പെടണ്ടേ സഹോദരിമാരെ? നമുക്ക് ഹക്കുകളില്ലേ? الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. പുരുഷന്മാർക്ക് നിയമങ്ങളുണ്ട്. സ്ത്രീകളെ പീഡിപ്പിക്കാൻ പാടില്ല, സ്ത്രീകളെ ചീത്ത വിളിക്കാൻ പാടില്ല, സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറണം. നല്ല നിലക്ക് സ്ത്രീകളോട് പെരുമാറണം. ഭാര്യമാരെ ചീത്ത വിളിക്കരുത്, ഭാര്യമാരെ ഉമ്മാനെ പറയരുത്, ഭാര്യമാരെ ബാപ്പാനെ പറയരുത്. ഭാര്യമാരുടെ ആങ്ങളെയും നീയും ഒന്നിച്ച് ബിസിനസ് നടത്തിയിട്ട് ആങ്ങളെ നിന്നെ പറ്റിച്ചാൽ ഭാര്യയോട് കംപ്ലൈന്റ് പറയരുത്, ഭാര്യയെ പറഞ്ഞ് വേദനിപ്പിക്കരുത്. അത് അവനും നീയും തമ്മിൽ നടത്തേണ്ട വിഷയ. ആ പാവപ്പെട്ട പെൺകുട്ടി അതിന് ഉത്തരവാദിയല്ല. അവളെ മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കരുത്. അതുപോലെ സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കരുത്, വേദനിപ്പിക്കരുത്.
മനസ്സ് വേദനിക്കുന്ന ഒരു വാക്ക് പോലും പറയരുത്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, വളരെ നല്ല നിലക്ക് സ്ത്രീകളോട് പെരുമാറണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഭാര്യയുടെ ചെലവ് ഭർത്താവ് നൽകണം, ഭക്ഷണം നൽകണം, വസ്ത്രം നൽകണം, താമസം നൽകണം, താമസ സൗകര്യം ചെയ്യണം. അതുപോലെ ആവശ്യമുള്ളതെല്ലാം ഭർത്താവ് ചെയ്തു കൊടുക്കണം. പോരാ, രണ്ടാളുകളും ഒരുമിച്ച് സുഖിച്ച് മക്കളുണ്ടായാൽ മക്കളുടെ പൂർണ്ണമായ ഉത്തരവാദിത്വവും ചെലവും ഭർത്താവ് വഹിക്കണം. അവൾക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും ആ ചെറിയ കുട്ടിയുടെ ചെലവ് പോലും അവൾ വഹിക്കേണ്ടതില്ല. അവൾക്ക് എത്ര സ്വത്തുണ്ടെങ്കിലും അവളുടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഭർത്താവ് കൊടുക്കണം. അവൾ 5 പൈസയും ചെലവഴിക്കേണ്ടതില്ല. അങ്ങനെ സ്ത്രീക്ക് അനുകൂലമാണ് അത്തരം രംഗത്തെല്ലാം പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമം. കാരണം സ്ത്രീകളുടെ ദൗർബല്യവും സ്ത്രീകളെ പ്രയാസവും അവരുടെ വിഷമവും അവരുടെ ശാരീരികമായ പ്രയാസവും എല്ലാം അറിയുന്ന റഹ്മാനായ റബ്ബ് സ്ത്രീകളോട് കാരുണ്യം കാണിച്ചു. അവർക്ക് പ്രയാസമുള്ളതൊന്നും അവർക്ക് കൊടുത്തില്ല. പ്രയാസമുള്ളതെല്ലാം പുരുഷന്മാർക്ക് കൊടുത്തു. സ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം ഫസ്സാലിഹാതു. അപ്പോൾ സാലിഹത്തായ സ്ത്രീകൾ ആരാണ്? അല്ലാഹുവിന്റെ അടുക്കൽ നല്ലവളായ സ്ത്രീകൾ ആരാണ്? അതാണല്ലോ ദുനിയാ മതാഉൻ വ ഖൈറു മതാഇഹാ അൽ മർഅത്തു സാലിഹ. ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ സൗഖ്യം അത് സാലിഹത്തായ ഒരു പെണ്ണിന് ലഭിക്കലാണ്. ഭർത്താവിനോട് ഞാനില്ലെന്ന് പറയുന്ന സ്ത്രീയല്ല, അതുപോലെ ഭർത്താവിനെ പീഡിപ്പിക്കുന്ന സ്ത്രീയല്ല. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ താമസിച്ചിട്ട് ഭർത്താവിനോട് കേറണ്ട എന്ന് പറയുന്ന സ്ത്രീകളുള്ള കാലഘട്ടമാണിത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ പലരും പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയാകാൻ പാടില്ല. നന്ദിയില്ലാത്ത പെൺകുട്ടിയാകാൻ പാടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഞാനൊരു സംഭവത്തിന് എൻ്റെ അറിവിൽപ്പെട്ടു. എന്താണ്? ഒരു പെൺകുട്ടിയെ ബാപ്പ നന്നായി വളർത്തിയെടുത്തു. അങ്ങനെ പെൺകുട്ടി വളർന്നു വലുതായി. ആ പെൺകുട്ടിക്ക് നല്ല ഒരു വിവാഹം നടത്തണമെന്ന് മനസ്സിലാക്കി ബാപ്പ വിവാഹാലോചന നടത്തുകയാണ്. അപ്പോൾ പെൺകുട്ടി അതിന് തയ്യാറില്ല. ബാപ്പ കൊണ്ടുവരുന്ന ആൾക്ക് തയ്യാറല്ല. അവനെ കണ്ടിട്ട് പറ്റാഞ്ഞിട്ടല്ല, അങ്ങനെയാണെങ്കിൽ അതിന് ന്യായമുണ്ട്. അങ്ങനെയല്ല. പിന്നെയോ, ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടിട്ടുണ്ട്, എനിക്ക് അവന്റെ കൂടെ പോകണം എന്ന് അവൾക്ക് നിർബന്ധം. ആ ആൺകുട്ടിയോട് പറഞ്ഞു, നീ അതിന് നിൽക്കണ്ട. അവൻ പറഞ്ഞു, ഞാൻ വിളിക്കുന്നില്ല, അതിനൊരു ബന്ധമില്ല. പക്ഷെ എന്നാലും ഈ പെൺകുട്ടി അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യുന്നു. അവസാനം ഞാൻ പറയട്ടെ, കുടുംബത്തിലൊരു ഉമ്മ തീരെ സുഖമില്ലാതെ സക്കറാത്തിലായി കിടക്കുന്ന സമയത്ത് ആ പെൺകുട്ടി ആ പുരുഷന്റെ കൂടെ ഓടിപ്പോവുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എങ്ങനെയാണ് ഇത്രയും ബോധമില്ലാത്ത പെൺകുട്ടികൾ ഉണ്ടാകുന്നത്? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. സിറാജുൽ ഹുദയിൽ ഒരാൾ വിളിച്ചു ചോദിക്കുന്നു, ഒരു വലിയ ചെമ്പ് നിറയെ നല്ല ബിരിയാണിയുണ്ട്, അത് സിറാജുൽ ഹുദയെ കൊടുത്തയച്ചാൽ മുത്തഅല്ലിമീങ്ങൾ കഴിക്കോ? ഞാൻ എൻ്റെ പ്രതിനിധികൾ ചോദിച്ചു, എന്താണ് ഇപ്പൊ ഒരു ബിരിയാണി? വീട്ടിൽ കല്യാണത്തിന് വേണ്ടി വെച്ച ബിരിയാണിയാണ്. ആ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുമ്പോ അതിനു മുമ്പ് കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മുന്നോടിയായി കത്തടിച്ച് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ പന്തലിട്ടിട്ടുണ്ട്, ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് പാകം ചെയ്യാനുള്ള ആളെ വിളിച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഖാദിയാരോടും പറഞ്ഞിട്ടുണ്ട്, നിക്കാഹിന്റെ കാര്യം എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിക്കാഹിന്റെ അടുത്ത സമയമാകുമ്പോ ആ വീട്ടിൽ നിന്ന് പെൺകുട്ടി ഒളിച്ചോടുന്നു. മുസ്ലിം പെൺകുട്ടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പെൺകുട്ടി ഒളിച്ചോടുന്നു. ആ പെൺകുട്ടി മരിച്ചെങ്കിൽ അത്ര മനസ്സിന് വിഷമം ബാപ്പക്കുണ്ടാവില്ല, ഉമ്മക്കുണ്ടാവില്ല. ഈ ബാപ്പ ഉമ്മയെ മാനം കെടുത്തി, ആ ബാപ്പ ഉമ്മയെ ടെൻഷനിലാക്കി, കുടുംബത്തെ മുഴുവനും മാനം കെടുത്തി. ആ പെൺകുട്ടി മറ്റൊരാളെ പിന്നാലെ ഇറങ്ങിപ്പോകുന്നു. അവിടെ വെച്ച ഭക്ഷണം കഴിക്കാൻ ഒരാൾക്കും മനസ്സില്ല.
ആ ഭക്ഷണം നശിപ്പിക്കാൻ മനസ്സ് തോന്നുന്നില്ല. അപ്പോഴാണ് സിറാജുൽ ഹുദയിൽ വിളിച്ചിട്ട് ഇതവിടെ മക്കൾക്ക് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നത്. അനുഭവമാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള നന്ദി കെട്ട പെൺകുട്ടികളാകരുത്. എല്ലാ നിലക്കും പോറ്റി വളർത്തി മുല കൊടുത്ത് പോറ്റിയ ഉമ്മയെ, എല്ലാ ചെലവും വഹിച്ച് പോറ്റിയ ബാപ്പയെ ടെൻഷനിലാക്കുന്ന പെൺകുട്ടികളാകരുത്. മറിച്ച് നന്ദിയുള്ളവരാകണം. അനിസ്കുർലി വലിവാലിദൈക്, ഖുർആൻ പഠിപ്പിച്ചില്ലേ? അല്ലാഹ് പറഞ്ഞില്ലേ എനിക്ക് നന്ദി ചെയ്യണം. വലിവാലിദൈക്, മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. ബാപ്പ ഉമ്മയോട് നന്ദിയില്ലാത്ത മക്കളാകരുത്. റിളർ റബ്ബി ഫീ റിളൽ വാലിദി, ബാപ്പാന്റെ പൊരുത്തത്തിലാണ്, ഉമ്മാന്റെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം. ഇവിടുത്തെ ജീവിതം കുറഞ്ഞ കാലത്തേക്കുള്ളതാണ്. ഇനി ഞാൻ പറയട്ടെ, അങ്ങനെ ഇറങ്ങിപ്പോയ പല പെൺകുട്ടികളുടെയും വിഷയം എന്താണ്? പലരുടെയും പിന്നാലെ ഇറങ്ങിപ്പോയ പെൺകുട്ടിയും ആൺകുട്ടിയും ഒന്നായിട്ട് ആത്മഹത്യ ചെയ്തു. കാരണം പിൽക്കാലത്ത് നല്ല ജീവിതമുണ്ടായില്ല, പരസ്പരം സന്തോഷത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല. ബാപ്പയുടെ പൊരുത്തല്ല, ഉമ്മാന്റെ പൊരുത്തല്ല, ഉമ്മാമാന്റെ പൊരുത്തല്ല, അമ്മാമന്റെ പൊരുത്തല്ല, ഒരു നല്ല മനുഷ്യന്റെയും പൊരുത്തല്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവസാനം തൂങ്ങിച്ചത്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത്തരത്തിൽ താൽക്കാലികമായ വികാരങ്ങൾക്കടിമപ്പെട്ട് ഏതെങ്കിലും ആൺകുട്ടികൾ ഒരുപക്ഷെ നിങ്ങളെ ആകർഷിപ്പിക്കാൻ വേണ്ടി ഫോൺ നമ്പർ കൈമാറിയാൽ ആ ഫോൺ നമ്പർ എടുത്ത് വിളിക്കരുത്. അവരുമായി ചാറ്റ് ചെയ്യാൻ പോകരുത്, അവരുമായി ബന്ധപ്പെടാൻ പോകരുത്. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ആൺകുട്ടികളോടും പറയട്ടെ, ആൺകുട്ടികളായി ജീവിക്കണം. അതെ, ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ ഫോൺ നമ്പർ തരുമ്പോഴേക്ക് വിളിക്കുന്നവരാകരുത്, അവരുമായി ചാറ്റ് ചെയ്യുന്നവരാകരുത്. നമുക്കൊരു അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, തറവാടിത്തമുണ്ട് എന്ന ബോധത്തോടെ ആൺകുട്ടികളും ജീവിക്കണം. അന്യപെണ്ണിലേക്ക് നോക്കാൻ പാടില്ലെന്ന് ഖുർആൻ പഠിപ്പിച്ചതാ. ഏത് ഖുർആൻ? അള്ളാഹുവിന്റെ ഖുർആൻ. ഏത്? അള്ളാഹ് കണ്ണിന് കാഴ്ച തന്ന അള്ളാഹ്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം ആര് തന്നതാ? സുബ്ഹാനല്ലാഹ്. നമ്മൾ കാണുന്നില്ലേ, പെട്ടെന്ന് ഓരോരുത്തർ മറിഞ്ഞു വീണ് മരിച്ചു പോകുന്നു, കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഞാനിന്ന് വൈകുന്നേരം പോയ വീട്ടിലെ ഉമ്മ, നഫീസ ഉമ്മ, ഹജ്ജിന് പോകാൻ വേണ്ടി അടുത്ത ദിവസം തീരുമാനിച്ചതാ. പക്ഷേ ആ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി. അല്ലാഹു തആല അവർക്ക് സ്വർഗം കൊടുക്കട്ടെ. അതുപോലെ 10, 18, 19, 20, 21, 24 ഒക്കെ വയസ്സുള്ള എത്ര ചെറുപ്പക്കാർ, എത്ര പെൺകുട്ടികൾ പെട്ടെന്ന് മരിച്ചു പോകുന്നത് നമ്മളെ ദൃഷ്ടിയിൽ പെടുന്നു. അതൊക്കെ നമുക്ക് പാഠം പഠിക്കാനുള്ളതല്ലേ? അല്ലാഹുവിന്റെ ഭൂമിയിൽ താമസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഓക്സിജൻ ശ്വസിച്ച്, അവൻ തന്ന കിഡ്നിയും ഹാർട്ടും ബ്രെയിനും കരളും ഒക്കെ ഉപയോഗപ്പെടുത്തി ലോകത്ത് ജീവിക്കുന്ന നാം നമ്മുടെ കണ്ണ് ഹറാമിലേക്ക് തിരിക്കരുത്, നമ്മുടെ കാത് ഹറാമിലേക്ക് തിരിക്കരുത്, നമ്മുടെ കൈയും കാലും ഹറാമിലേക്ക് തിരിക്കരുത്. അല്ലാഹു ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അല്ലാഹു നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രഹസ്യവും പരസ്യവും അവൻ അറിയുകയാണ്. അതുകൊണ്ട് തന്നെ അതാരും അറിയില്ലെന്നൊരു വിഷയത്തെക്കുറിച്ചും ചിന്തിച്ചുകൂടാ. അല്ലാഹു അറിയാത്ത ഒരു സ്ഥലവുമില്ല, അവൻ അറിയാത്ത രംഗമില്ല, അവൻ അറിയാത്ത ഒന്നുമില്ല. അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. പടച്ച റബ്ബ് അറിയാത്ത കാര്യമുണ്ടോ? അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖൽബ് തിരിയണം. അള്ളാഹു എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കണം, സൽസ്വഭാവിയായി ജീവിക്കണം. നമ്മൾ വേറെ ഒരാളെ കുറ്റം പറയാനോ, ഗീബത്ത് പറയാനോ, ഏഷണി പറയാനോ, പാരവെക്കാനോ, കുറ്റം പറയാനോ, നിന്ദിക്കാനോ, ഇൻസൾട്ടാക്കാനോ, ചീത്ത വിളിക്കാനോ, അതിനൊന്നും അല്ലാഹു നമുക്ക് നാവ് തന്നിട്ടില്ല. നമുക്ക് അല്ലാഹു നാവ് തന്നത് ദിക്റ് ചൊല്ലാനാണ്, ഖുർആൻ ഓതാനാണ്, സലാത്ത് ചൊല്ലാനാണ്, ആവശ്യമുള്ളത് സംസാരിക്കാനാണ്. അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് നാവ് ശ്രദ്ധിക്കണം.
ഹറാമുകളിൽ നിന്ന് കണ്ണ് ശ്രദ്ധിക്കണം. അന്യപെണ്ണിന്റെ ശബ്ദം കേട്ട് രസിക്കൽ ഹറാമാണ്. കാത് സൂക്ഷിക്കണം. അങ്ങനെ എല്ലാ അവയവങ്ങളും സൂക്ഷിക്കണം. അല്ലാഹു ഈ ഭൂമി ലോകത്ത് തന്ന കുറഞ്ഞ കാലത്തെ ജീവിതം അത് പരീക്ഷണമാണ്. ആ പരീക്ഷയിൽ നമുക്ക് ജയിക്കാൻ കഴിയണം. അതിനൊന്നും വേണ്ട, അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് കൃത്യമായി നിസ്കരിക്കണം. ഖുല്ലില്ലദീന ആമനു യുഖീമുസ്സലാ, ഈമാനുള്ളവരോട് പറയൂ നബിയെ, നിസ്കാരം അവർ മുറക്ക് കൃത്യമായി നിർവഹിച്ച് നിസ്കാരം നിലനിർത്തട്ടെ. ഒരാണും പെണ്ണും നിസ്കാരം ഖളാ ആക്കരുത്. ഒരു നിസ്കാരവും ഖളാ ആക്കരുത്. കൃത്യമായി നിസ്കരിക്കണം. നമുക്കെല്ലാം തന്ന റബ്ബുമായുള്ള സംഭാഷണമാണത്. അത് കൃത്യമായി നിർവഹിക്കണം. യുഖീമുസ്സലാ وينفقوا مما رزقناهم من قبل أن يأتي يوم لا بيع فيه ولا خلال. വെറും നിസ്കാരം മാത്രം പോരാ, നമ്മൾ കൊടുത്ത സമ്പത്തിൽ നിന്ന് ചെലവഴിക്കണം. നമ്മൾ കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കണം എന്നുള്ള പറയാണ്. ഈമാനുള്ളവരോട് പറയൂ നബിയേ, നമ്മൾ കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കണം. ചോദിക്കട്ടെ, വല്ല മുതലാളിയും ഈ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെടുന്ന സമയത്ത് കയ്യിൽ പണവും പിടിച്ചു വന്നിരുന്നോ? സ്വർണവും കയ്യിൽ പിടിച്ചു വന്നിരുന്നോ? വല്ല കൃഷിഭൂമിയും കയ്യിൽ പിടിച്ചു വന്നിരുന്നോ? കയ്യിലൊന്നുമില്ലാതെയല്ലേ ഭൂമിയിൽ പ്രസവിക്കപ്പെട്ടത്? അല്ലാഹു തന്നതല്ലാതെ നമ്മളെ കൈവശത്തിൽ വല്ലതുമുണ്ടോ? അല്ലാഹു പറയുന്നു, ഈമാനുള്ളവരോട് പറയൂ നബിയേ, അവർ ചെലവഴിക്കട്ടെ. മിമ്മാ റസഖ്നാഹും, അവരുടേതല്ല, യജമാനനായ നമ്മൾ കൊടുത്തതാണ്. കൊടുത്തത് തീർത്തും കൊടുക്കണമെന്ന് പറയുന്നില്ല. നമ്മൾ കൊടുത്തതിൽ നിന്ന് കുറെ ഭാഗം അവർ ചെലവഴിക്കട്ടെ. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ. ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിൽ ബിസിനസ് നടക്കൂല. സ്വർഗം പണം കൊടുത്ത് വാങ്ങാൻ കഴിയൂല. വലാ ഖിലാൽ, ഒരു സൗഹൃദ ബന്ധവും ഉണ്ടാവൂല. അല്ലഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദു ഇല്ലൽ മുത്തഖീൻ. നിന്നെ കൊണ്ടുപോയി കള്ള് കുടിപ്പിച്ച സ്നേഹിതൻ, നിന്നെ കഞ്ചാവ് വലിപ്പിച്ച സുഹൃത്ത്, നിന്നെ അതാ അന്യ പെണ്ണിലേക്ക് അടുപ്പിച്ച സുഹൃത്ത്, നിന്നെ അന്യ പുരുഷന്മാരിലേക്ക് എത്തിച്ച സുഹൃത്ത്, അങ്ങനെ നിന്നെ ഏത് തെറ്റിന് പ്രേരിപ്പിച്ച സുഹൃത്തുക്കളുണ്ടോ, എല്ലാ സുഹൃത്തുക്കളും പടച്ച റബ്ബിന്റെ കോടതിയിൽ ശത്രുക്കളാണ്. അല്ലാഹു പറയുന്നു, അല്ലഖില്ലാഉ യൗമൈദിൻ ബഅദുഹും ലിബഅദിൻ അദൂ. എല്ലാ സ്നേഹിതന്മാരും സുഹൃത്തുക്കളും അന്ന് പരസ്പരം ശത്രുക്കളാണ്. ഇല്ലൽ മുത്തഖീൻ. അല്ലാഹു കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ലാഹു വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്തുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിച്ച മുത്തഖീങ്ങൾ ശത്രുക്കളല്ല, അവർ മിത്രങ്ങളാണ്, അവർ സഹായികളാണ്. അല്ലാത്തവരെല്ലാം ശത്രുക്കളാണ്. സുഹൃത്തുക്കളെ, ഇവിടെ റബ്ബ് പറയുന്നു, നിങ്ങൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഉപകരിക്കൂല, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഉപകരിക്കൂല. അങ്ങനത്തെ ഒരു ദിവസം വരാനുണ്ട്. അതിന് മുമ്പ് നമ്മൾ തന്നതിൽ നിന്ന് ചെലവഴിച്ചോളൂ. അൽഹംദുലില്ലാഹ്, ഈ മർക്കസുൽ ഹുദ ഇത് തുടങ്ങിയ കാലം മുതലേ ഇതിനെ സഹായിച്ച മുഅ്മിനീങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ പരിസരങ്ങളിലുള്ള, ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാഹ് ഈ സമ്മേളനം വന്നപ്പോ വളരെയേറെ കഠിനാധ്വാനം ചെയ്ത ഇതിന്റെ സ്വാഗത സംഘം പ്രവർത്തകന്മാരുണ്ട്. അതേപോലെ അവരുടെ കൂടെ സഹകരിച്ചവരുണ്ട്. ഇവിടെ എത്രയോ മെനക്കെട്ടവരുണ്ട്. ഒരുപാട് സഹായങ്ങൾ നൽകിയവരുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല
എല്ലാവർക്കും എല്ലാ ഖൈറും വർദ്ധിപ്പിച്ചു തരട്ടെ. സുഹൃത്തുക്കളെ, നല്ല കാര്യം ചെയ്യാനുള്ള തൗഫീഖ് അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അതെല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. കിട്ടിയ സമയത്ത് ഉപയോഗപ്പെടുത്തണം. നമുക്ക് അള്ളാഹു തന്ന ആരോഗ്യകാലത്ത് ഉപയോഗപ്പെടുത്തണം. സാമ്പത്തിക ശേഷിയുള്ള സമയത്ത് ഉപയോഗപ്പെടുത്തണം. അത് ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ എന്നും സന്തോഷത്തിലാണ്. അള്ളാഹു അതാ പറഞ്ഞത്, ആ ദിവസം വരുന്നതിന് മുമ്പ് നമ്മൾ ചെലവഴിക്കേണ്ടത് ചെലവഴിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ സ്ഥാപനം നേരത്തെ പ്രിയപ്പെട്ട ബഷീർ ഹാജി എന്നോട് പറഞ്ഞു, ഒരു പുതിയ ബിൽഡിംഗ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോർ രണ്ടും നമ്മുടെ സൗദി നാഷണൽ കമ്മിറ്റി അതിന്റെ നിർമ്മാണം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ കമ്മിറ്റിയിലുള്ള മുഴുവൻ ആളുകൾക്കും നീ സ്വർഗത്തിൽ ഇടം നൽകണം റഹ്മാനെ. അതിനാരെല്ലാം അവരോട് സഹകരിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ, അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണം റഹ്മാനെ. തകരാത്ത നശിക്കാത്ത വീട് നൽകണം റഹ്മാനെ. എന്നെന്നും താമസിക്കുന്ന വീട് നൽകണം റഹ്മാനെ. അവർ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളിലും ജോലികളിലും അവരുടെ പ്രവർത്തനങ്ങളിലും അവരുടെ കുടുംബങ്ങളിലും ശരീരത്തിലും മനസ്സിലും അതുപോലെ ആ ബിൽഡിംഗ് പൊങ്ങുന്നതിന് വേണ്ടി വേറെ ആര് എന്ത് എത്ര സഹായം നൽകുന്നുണ്ടോ എല്ലാവർക്കും ഖൈറും ബറക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. ശർറുകൾ, മുസീബത്തുകൾ, രോഗങ്ങൾ, ഞെരുക്കങ്ങൾ, കടങ്ങൾ, ഫൈനുകൾ, അതിൽ നിന്നെല്ലാം എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. മർക്കസുൽ ഹുദ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ഫാറൂഖ് ഹാജി കന്യാന, ജനറൽ സെക്രട്ടറി നൌഷാദ് ഹാജി കബക്ക, ട്രഷറർ ഷാഹുൽ ഹമീദ് ഹാജി ഹുജറ, അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആ നാഷണൽ കമ്മിറ്റി അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇനിയും ധാരാളം പ്രവർത്തിക്കാനും സഹായിക്കാനും അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, മർക്കസുൽ ഹുദ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ബഹ്റൈൻ നാഷണൽ കമ്മിറ്റി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ബഹ്റൈൻ കമ്മിറ്റിക്കും നീ എല്ലാ ഖൈറും നൽകണം റഹ്മാനെ. ഇവിടെ വന്നപ്പോൾ ജമാൽ ഹാജിയെ കണ്ടു. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ, നീ അവർക്കെല്ലാവർക്കും എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, ജനറൽ സെക്രട്ടറി കലന്തർ കക്കബദു, അതുപോലെ അവരൊക്കെ അൽഹംദുലില്ലാഹ് സിറാജുൽ ഹുദയുടെയും വലിയ സഹായികളാണ്. അതുപോലെ ഇതിന്റെ സൗദിയിലുള്ളവരും സിറാജുൽ ഹുദയുടെയും വലിയ സഹായികളാണ്. നമ്മുടെ KCF-ന്റെ എല്ലാ പ്രവർത്തകരും സിറാജുൽ ഹുദയുടെ വലിയ സഹായികളാണ്. KCF-ന്റെ വലിയ സമ്മേളനം 19-ാം തീയതി നടക്കുന്നുണ്ട് മംഗലാപുരത്തിനടുത്ത്. നിങ്ങളൊക്കെ അറിയും. എല്ലാവരും ആ പരിപാടി വിജയിപ്പിക്കണം, വരണമെന്ന് പ്രത്യേകമായിട്ട് പറയുകയാണ്. ഇന്നത്തെ പരിപാടിയുടെ ചെലവിലേക്ക് മർക്കസുൽ ഹുദ സൗദി നാഷണൽ കമ്മിറ്റി 1 ലക്ഷം രൂപ പ്രത്യേകം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ അത് കബൂൽ ചെയ്യണേ റഹ്മാനെ. അതുപോലെ വേറെയും പലരും സഹായിച്ചവരുണ്ട്. അവരുടെ എല്ലാവരുടെയും സഹായങ്ങൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. കുമ്പ്ര പുത്തൂർ പരിസരത്തുള്ള സംഘടനാ പ്രവർത്തകർ, നാട്ടുകാർ, അയൽവാസികൾ, കഠിനാധ്വാനം ചെയ്ത പ്രവർത്തകർ, അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും സർവ്വ ഖൈറിന്റെ വാതിലുകളും തുറക്കണം റഹ്മാനെ. സ്ഥാപനത്തിന് സ്ഥലം ദാനം ചെയ്ത മമ്മുഞ്ഞി ഹാജി, അദ്ദേഹം വലിയ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ, അല്ലാഹുവേ, മക്കൾക്കെല്ലാവർക്കും ബഷീർ ഹാജി അടക്കം എല്ലാവർക്കും നീ എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. മർഹൂം മിത്തൂർ ഉസ്മാൻ ഹാജി, അല്ലാഹുവേ, അവരുടെയും ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. നിങ്ങളെല്ലാവരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, മർക്കസുൽ ഹുദയുടെ UAE-യിലെ കമ്മിറ്റി പ്രവർത്തകരുണ്ട്, ഒമാനിലുള്ളവരുണ്ട്, അതുപോലെ കുവൈത്തിലുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. ഗൾഫ് നാടുകളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഉണ്ടാകണം. അങ്ങനെ എല്ലാവരും സഹായിച്ച് സഹകരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മൾ എന്താണോ റബ്ബിന്റെ ദീനിനു വേണ്ടി ചെയ്യുന്നത് അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാണ്. പക്ഷേ അതിന്റെ നിബന്ധന എല്ലാവർക്കും അറിയാലോ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്. നമ്മളെ ഖൽബിൽ അല്ലാഹുവിന്റെ പൊരുത്തമല്ലാത്ത വേറെ യാതൊന്നും ചിന്തിച്ചു പോകരുത്. അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല, തടയുന്നവനില്ല. അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ നടക്കുകയില്ല. അതങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് വിഷയം ചെയ്യുമ്പോഴും അല്ലാഹുവിന്റെ പൊരുത്തം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നക ലാ തഖ്ദിറു അൻ തുർദിയ അന്നാസ കുല്ലഹും ഫഅസ്ലിഹി മാ ബൈനക വബൈന അല്ലാഹ് സുമ്മ ലാ തുബാലി ബിന്നാസ്. ഓ മനുഷ്യ,
എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല, എല്ലാരെയും തൃപ്തിപ്പെടുത്താൻ നിന്നെ കൊണ്ട് കഴിയൂല. കാരണം നിനക്ക് എപ്പോ നോക്കിയാലും ചിലര് വിമർശകരുണ്ടാവും, ചിലര് കുറ്റം പറയാനുണ്ടാവും, ചിലര് അസംതൃപ്തിയുള്ളവരുണ്ടാകും. അത് സ്വാഭാവികമാണ്. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയൂല. നിന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള സംഗതി നന്നാക്കി വെക്കണം. പടച്ചവന്റെ അടുക്കൽ കുടുങ്ങുന്ന ഒരു നിയ്യത്തുണ്ടാകരുത്, പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു ഉദ്ദേശമുണ്ടാകരുത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും നിയ്യത്തനുസരിച്ചാണ്. ഏത് മനുഷ്യനും അവനവൻ നിയ്യത്ത് ചെയ്തതനുസരിച്ചാണ് ഉണ്ടാവുക. അപ്പൊ നമ്മളെ നിയ്യത്ത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമായിരിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിക്കണം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സഹായിക്കണം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കണം. അത് നമ്മുടെ കടപ്പാടാണ്. അവന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കടപ്പാടാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻ തുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, നിങ്ങൾ അള്ളാഹുവിന് നല്ല കടം കൊടുത്താൽ അല്ലാഹു തആല ധാരാളം ഇരട്ടി ഇരട്ടി തരും എന്നർത്ഥം വരുന്ന ആയത്തിറക്കിയപ്പോ ജൂതന്മാര് പറഞ്ഞു, പടച്ചവന് കടം പിടിച്ചിരിക്കുന്നു, മുഹമ്മദിന്റെ പടച്ചവന് കടം പിടിച്ചിരിക്കുന്നു, കടം ചോദിക്കുകയാണ് നമ്മളോട്, ഞെരിക്കം പിടിച്ചിരിക്കുന്നു. അതവരുടെ ധിക്കാരമായിരുന്നു. അത് അതേ സമയത്ത് അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ സമീപത്ത് വന്ന് ചോദിച്ചു, നബിയെ, അള്ളാഹു ഞങ്ങളോട് കടം ചോദിച്ചോ? കടം എന്ന് പറയാൻ കാരണം തിരിച്ചു നൽകുന്നത് കൊണ്ടാണ്. കൊടുത്തത് തിരിച്ചു നൽകുമെന്ന് മാത്രമല്ല, കൊടുത്തതിന്റെ എത്രയോ ഇരട്ടി 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 ദുനിയാവിലും ആഖിറത്തിലും റബ്ബ് തിരിച്ചു തരും. അതുകൊണ്ടാണ് കടം എന്ന പ്രയോഗം പ്രയോഗിച്ചത്. ഇരിക്കട്ടെ, നബി തങ്ങൾ പറഞ്ഞു, അബൂദ്ദഹ്ദാ, അല്ലാഹു നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കടം കൊടുക്കാൻ. വയുദ്ഖിലുക്കൽ ജന്ന, നിങ്ങളെ അല്ലാഹ് സ്വർഗത്തിൽ കടക്കും, കൊടുത്തോളൂ. അല്ലാഹ് സ്വർഗത്തിൽ കടത്തും, കൊടുത്തോളൂ. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്ക് സ്വർഗം വേണം. എനിക്ക് 2 വലിയ തോട്ടങ്ങളുണ്ട്, രണ്ടും ഞാനിതാ സംഭാവന നൽകുന്നു. നബി തങ്ങൾ പറഞ്ഞു, വേണ്ട, രണ്ടും കൊടുക്കണ്ട. ഒന്ന് നിങ്ങളെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടി മാറ്റിവെച്ചോ, ഒന്ന് നിങ്ങൾ സംഭാവന കൊടുത്തോ. അള്ളാഹു പറഞ്ഞത് നമ്മൾ കൊടുത്തതിൽ നിന്ന് കൊടുക്കണമെന്നല്ലേ, കൊടുത്തത് മുഴുവനും കൊടുക്കണമെന്നല്ലല്ലോ. നബി തങ്ങൾ പറയുന്നത് തീർത്തും കൊടുക്കണ്ട. ഒന്ന് നിങ്ങൾ നിങ്ങളെ കുടുംബത്തിന് മാറ്റിവെച്ചോ, മറ്റേത് മാത്രം കൊടുത്തോ. അബൂദ്ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്നാൽ 2 തോട്ടങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തോട്ടം, ഏറ്റവും വലിയ തോട്ടം 600 ഈത്തപ്പനകളുണ്ടതിൽ, അത് മുഴുവനും ഞാൻ റബ്ബിന് വേണ്ടി നീക്കി വെച്ചു. സഹാബത്ത് സ്വർഗം സമ്പാദിച്ചത് അങ്ങനെയാണ്. ശരീരം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടും അവര് സ്വർഗം സമ്പാദിച്ചു. ആ സഹാബത്തിന്റെ കൂടെ സ്വർഗത്തിൽ കടക്കേണ്ടവരാണ് നാം. അതുകൊണ്ട് തന്നെ പറയട്ടെ, നമുക്കിനിയും ആ സ്ഥാപനം ഒന്ന് പൊക്കി ഉയർത്തി അത് പൂർത്തീകരിക്കണമല്ലോ. അതിന് റബ്ബേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നന്നായി കൈയഴച്ച് സദഖ ചെയ്യാൻ കഴിവുള്ളവർക്ക് നീ നല്ല വിവേകം, ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. നല്ല ചിന്ത കൊടുക്കണേ അല്ലാഹ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആരെങ്കിലും നല്ല സംഭാവന പറയുന്നവരുണ്ടെങ്കിൽ പറയണം. അൽഹംദുലില്ലാ, ഉസ്മാൻ ഹാജി, ഉസ്മാൻ ഹാജി 10,500 രൂപ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സ്വർഗ്ഗത്ത് കിടക്കാൻ ഭാഗ്യം നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, വലിയ ധർമ്മിഷ്ഠനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അൽഹംദുലില്ലാ,
ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനി മരണപ്പെട്ടു. അല്ലാഹുവേ ആ കുട്ടിയെയും ബാപ്പയെയും ഉമ്മയെയും കുടുംബങ്ങളെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ആരുടെ അമ്മാമൻ? അറഫ എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മാമൻ മഹ്മൂദ് ഹാജി. പഴയ ആളാ. അല്ലാഹുവേ മഹ്മൂദ് ഹാജിക്ക് നീ ഖൈറും ബർക്കത്തും ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. ഇനിയും ധാരാളം നല്ല കാര്യം ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും കഴിയുന്നവരൊക്കെ കഴിവനുസരിച്ച് കൊടുക്കണം. സ്ഥാപനം തന്നെ ഉണ്ടാവില്ല, എല്ലാവരും സഹായിച്ചിട്ടാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. വാസ്തവത്തിൽ എനിക്ക് UAE-യിൽ നിന്നാണ് ഞാൻ വരുന്നത്. നാട്ടിൽ നിന്ന് പോയിട്ട് ഒരാഴ്ചയോളായി. UAE-യിൽ നിന്ന് വരികയാണ്. UAE തന്നെ നിൽക്കേണ്ട നിർബന്ധ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ പരിപാടി, അതുപോലെ ഇന്നലത്തെ ഒരു പരിപാടി, അങ്ങനെ കുറച്ച് പരിപാടി, അതുപോലെ KCF-ന്റെ പരിപാടി, ആ പരിപാടിയിലൊക്കെ നേരത്തെ ഏറ്റുപോയത് കൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നു. ഇൻഷാ അല്ലാഹ് KCF-ന്റെ പരിപാടി ഞാൻ തിരിച്ചങ്ങോട്ട് തന്നെ പോകണം. ഞാൻ പോയ കാര്യങ്ങൾ പലതും ശരിയാകാനുണ്ട്. അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. നിങ്ങളൊക്കെ ദ്വാരക്കണം. ആരാ ദ്വാക്കാണ് അല്ലാഹു ഉത്തരം തരുന്നതെന്ന് അറിയില്ല. എപ്പോഴാണ് അല്ലാഹു ദ്വാക്ക് ഉത്തരം തരുന്നതെന്ന് അറിയില്ല. അല്ലാഹു നമ്മുടെ ദ്വാകൾക്കെല്ലാം ഉത്തരം നൽകട്ടെ. ഈ മജ്ലിസും അല്ലാഹു തആല ദ്വാക്ക് ഉത്തരമുള്ള മജ്ലിസാക്കി തരട്ടെ. പിന്നെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് പറയാൻ? വേഗം പറയണം. ട്രെയിനിന് പോകണം. 10 മണിക്ക് സ്റ്റേജിൽ നിന്ന് ഇറങ്ങണം, എന്നാലേ എത്തും. ഇനി ആരെങ്കിലും ഉണ്ടേ പറയും. കഴിവനുസരിച്ച് പറയാം. 1 ലക്ഷം പറയാം, 1/2 ലക്ഷം പറയാം, 1/4 ലക്ഷം പറയാം, 10,000 പറയാം, അതിൽ കൂടുതൽ പറയാം, കുറച്ച് പറയാം. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് എല്ലാവരും പങ്കുചേരണം. പിന്നെ ആരാള്? ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം പറയും. നല്ല സമയമാണ്, നല്ല റഹ്മത്ത് ഇറങ്ങിയ സമയമാണ്. മഴ നല്ല റഹ്മത്താണ്. മഴ പെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, സാധാരണയാണ്. പക്ഷേ വെള്ളമില്ലാതെ എല്ലാവരും ബുദ്ധിമുട്ടില്ലേ? നല്ല മഴ അല്ലാഹു തആല ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തരട്ടെ. എന്നോട് ഷാഫി സൈദി പറഞ്ഞു, മഴ പെയ്യുന്നുണ്ട്, ഇപ്പോൾ നിന്ന് കിട്ടിയാലും ഞാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ നിർത്തേണ്ട ആവശ്യമാണ് മഴ. എല്ലാവർക്കും മഴ ആവശ്യമാണ്. നമ്മൾ തമ്മിൽ നടത്തിയാൽ മതി. സിറാജുൽ ഹുദയുടെ ആദ്യത്തെ തറക്കല്ലിടൽ ഒന്നുമില്ല, 19 സെന്റ് സ്ഥലം, അത് എൻ്റെ പൈസയില്ല, കടം വാങ്ങിയത്. അവിടെ തറക്കല്ലിടൽ ഘോരമായ മഴ, ഇറങ്ങി നടക്കാൻ പറ്റാത്ത മഴ. അൽഹംദുലില്ലാ. അവിടെ എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല, നല്ല പേര് പിടിച്ചു എന്ന് മാത്രം. നനവുണ്ടായല്ലേ പേര് പിടിക്കുക. പിന്നെ ആര്? ആഷിക്ക് 25,000 രൂപ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ആജിയാർ മോന് അൽഹംദുലില്ലാ, അള്ളാഹു ആജിയാർക്ക് നല്ല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഭാര്യയ്ക്ക് ഒരു രോഗമില്ലാതെ നല്ല ആഫിയത്ത് അള്ളാഹു ഭാര്യയ്ക്ക് കൊടുക്കട്ടെ. ഞാൻ ഇന്നാളൊരു ദിവസം ഇവിടെ വന്ന് താമസിച്ച് പോയതിൻ്റെ പിറ്റേന്ന് ഭാര്യയ്ക്ക് സുഖമില്ലാതെയായി. ഞാൻ ഇന്ന് വന്നേരെ ചോദിച്ചു ആഷിഖിനോട്, ഇപ്പൊ സുഖമുണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. ആഷിഖിനും മനുജനും കുടുംബത്തിനും മുഴുവനും മക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അളിയനും അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അങ്ങനെ പലരും ഉണ്ട്. പിന്നെ ആര്? അൽഹംദുലില്ലാ മുസ്തഫ ഹാജി സുള്ളിയ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ആരാണ്? ഇന്ന് വേഗം പറയും. കണക്കമജൽ റഹ്മാൻ ഷാലിമാർ അൽഹംദുലില്ലാ 50,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവേ എല്ലാവർക്കും ഹലാലായത് വർദ്ധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഹറാമിൽ നിന്ന് തട്ടിത്തിരിക്കണം റഹ്മാനെ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണം റഹ്മാനെ. പിന്നെ ആരാ? ബഷീർ ഹാജി 25,000 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. പിന്നെ ആരാ? പിന്നെ ആരെങ്കിലും ഉണ്ടോ ഒന്ന് വേഗം പറയും. ഇനിയും പറയൂ ആൾക്കാർ, കഴിവനുസരിച്ച് എല്ലാവരും പറയും. അല്ലാഹ് അഡ്വക്കേറ്റ് മൂസ കുഞ്ഞി 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ, അള്ളാഹു തആല ഖൈർ ചെയ്യട്ടെ. മൂപ്പര് കേസ് എടുക്കുന്ന വക്കീല. എടുക്കുന്ന കേസൊക്കെ കള്ളത്തരം പറയാതെ തന്നെ സത്യത്തിൽ അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. പിന്നെ ആരാണ്? റഹീം സഖാഫി. കുട്ടിക്ക് ഉഷാറില്ല, അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. കുട്ടിക്ക് അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ. 6,666 അള്ളാഹു ആ കുട്ടിയുടെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാൻ. അതുപോലെ ഞങ്ങളിൽ ആർക്ക് എന്ത് ചെറുത് വലുത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാൻ. എല്ലാ രോഗികളുടെ രോഗങ്ങളും നീ ശിഫ നൽകണം റഹ്മാൻ. اللهم إنك أنت الشافي لا شفاء إلا شفاؤك اللهم اشفنا
വസ്ഫി മർദാനാ ശിഫാഅൻ താമ്മൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. അല്ലാഹുവേ, നിനക്കറിയാം ഞങ്ങളെ സഹായിക്കുന്ന പലരും രോഗികളുണ്ട്. റബ്ബേ, അവരുടെയും ഞങ്ങളുടെയും സർവ്വ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. വരുന്ന സമയത്ത് സിംഗാരി ഹാജിന്റെ വീട്ടിൽ കയറി അല്ലാഹുവേ, അദ്ദേഹത്തിന് നല്ല ആരോഗ്യം കൊടുക്കണം റഹ്മാനെ. രോഗം എല്ലാവർക്കും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ നടക്കാനുള്ള വിവാഹത്തിൽ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിനുണ്ട്, അതുകൊണ്ടാണ് കയറിയത്. അല്ലാഹുവേ, നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അതുപോലെ ഞങ്ങളുമായി ദീനീ രംഗത്ത് സഹകരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യം വർദ്ധിപ്പിക്കണം റഹ്മാനെ. പിന്നെ ആരല്ലേ? വേഗം പറയും. സ്ത്രീകളെടുത്ത് കുട്ടികളൊക്കെ അയച്ചാൽ സ്ത്രീകളും പറയൂലോ സംഭാവന. അല്ലാ, പിന്നെ ആരുണ്ട് ഉണ്ടെങ്കിലും ഒന്ന് വേഗം പറയും. പോകണം. അല്ലാ, ഇനിയും കുറേ ആൾ പ്രസംഗിക്കാനുണ്ട്, തങ്ങന്മാരുണ്ട് വേർക്കാൻ. എല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. എനിക്ക് ട്രെയിനിന് കൊണ്ടില്ല, നിങ്ങൾക്ക് ട്രെയിനിന് കൊണ്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചൻ്റെ മേലെ. നിങ്ങളിപ്പോൾ ഇന്ന് വൈകുന്നേരം പോകുന്നതാണ്, അതുകൊണ്ട് നിങ്ങളാരും തിരക്കിട്ട് കൊണ്ടില്ല. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد. أرحم الراحمين يا رب. ഈ സ്ഥാപനം മർക്കസ് സഖാഫത്തി സുന്നിയുടെ കീഴിലാണ്. മഹാനായ സുൽത്താനുൽ അൽമക്ക് നല്ല ദീർഘായുസ് ആഫിയത്തോടെ തഖ്വയോടെ മനക്കരുത്തോടെ അല്ലാഹുവേ നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. അതുപോലെ ഞങ്ങളെ സർവ്വ ആലിമീങ്ങൾ റഈസുൽ ഉലമക്കും താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദിനും അതുപോലെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനും ഞങ്ങളെ മുഴുവൻ സയ്യിദന്മാർക്കും ആലിമീങ്ങൾക്കും സർവ്വ ഉമറാക്കൾക്കും സർവ്വ സഹായികൾക്കും വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും KCF-ന്റെയും ICF-ന്റെയും RC-യുടെയും ഒക്കെ പ്രവർത്തകർക്കും അല്ലാഹുവേ എല്ലാ മുഅ്മിനീങ്ങൾക്കും നാട്ടിൽ ബിസിനസ് നടത്തുന്നവർക്കും വിദേശത്ത് ബിസിനസ് നടത്തുന്നവർക്കും വിദേശത്തും നാട്ടിലും ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും നീ പരിപൂർണമായ ആഫിയത്തും സലാമത്തും ദീർഘായുസ്സും നൽകണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ എന്ത് ഹൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനേ. ഏത് മുസീബത്തുകളുണ്ടോ നീ തട്ടിത്തിരിക്കണം റഹ്മാനെ. ആര് അപകടം പറ്റിയവരുണ്ടോ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഏത് ഗർഭിണികളുണ്ടോ സുഖപ്രസവത്തിൽ ഖൈറായ കുട്ടിയെ നൽകണം റഹ്മാനെ. മക്കളില്ലാത്ത ആരുണ്ടോ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. ഭാര്യ ഇറങ്ങിപ്പോയിക്കളഞ്ഞു മനസ്സ് വേദനിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭർത്താക്കന്മാര് പിണങ്ങി മനസ്സ് വേദനിക്കുന്ന ഭാര്യമാരുണ്ട്. അതുപോലെ ആരെന്ത് മനസ്സിന് പ്രശ്നങ്ങളുള്ളവരുണ്ടോ നീ പരിഹരിക്കണം റഹ്മാനേ. ഞങ്ങളെ ഖൽബിലേത് ഖൈറായ ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റി തരണം റഹ്മാനേ. അതിനുള്ള വഴികൾ നീ തുറന്നു തരണം റഹ്മാനേ. اللهم وما قضيت لنا من أمر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأحسنها وأجملها إنك على كل شيء قدير وبالإجابة جدير. ഞങ്ങളെ ഖൽബിൽ ഉദ്ദേശിച്ച സർവ്വ വിഷയങ്ങളും നീ എളുപ്പമാക്കണം റഹ്മാനേ. എല്ലാ പ്രശ്നങ്ങളും നീ തട്ടിത്തിരിക്കണം റഹ്മാനേ. എന്ത് തടസ്സങ്ങൾ എവിടെ എന്തിനുണ്ടോ നീ നീക്കിത്തരണം റഹ്മാനേ. ഞങ്ങളെയും ഞങ്ങളെ ഭാര്യമാര് സന്താനങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ചവരെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളെ സഹായിച്ചവരെയും അവരുടെ കുടുംബങ്ങളെയും നീ മുത്തഖീങ്ങളിൽ പെടുത്തണം റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ഐശ്വര്യത്തോടെ ആരോഗ്യത്തോടെ തഖ്വയോടെ ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നായി മരിച്ച് നിന്റെ സാലിഹീങ്ങളോടുകൂടെ ഞങ്ങളെ മുൻഗാമികളോടുകൂടെ ഞങ്ങളെ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാരോടുകൂടെ ഞങ്ങളെ സ്നേഹിച്ച മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോടുകൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിച്ചവർ പലരുമുണ്ട്, ഞങ്ങളെ സഹായിച്ചവർ പലരുമുണ്ട്. ഇന്ന് നേരം വെളുത്തതിന് ശേഷം എൻ്റെ കൂടെ ഒരുപാട് വണ്ടിയും എടുത്തോടിയ യൂസുഫ് ഹാജിയും മകനുമടക്കം പലപ്പോഴും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ വണ്ടിയും എടുത്തു വന്ന് സഹായിക്കുന്ന ബഷീർ ഹാജി അടക്കം ഈ സ്റ്റേജിലും അതുപോലെ സദസ്സിലുമുള്ളവരും അതുപോലെ ലോകത്തിന്റെ വിവിധ
വിവിധ ഭാഗങ്ങളിൽ ആര് ഞങ്ങളെ സഹായിച്ചവരുണ്ടോ സഹായിക്കുന്നവരുണ്ടോ എല്ലാവരെയും ഞങ്ങളെയും നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണം റഹ്മാനെ. റബ്ബേ, എല്ലാ ശർറുകളും മുസീബത്തുകളും രോഗങ്ങളും ഞെരുക്കങ്ങളും കടങ്ങളും നീ കാക്കണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ ആലിമീങ്ങൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, കുടുംബക്കാര്, ബന്ധപ്പെട്ടവര്, സ്നേഹിച്ചവർ ആര് മരിച്ചു പോയവരുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.